സഹോദരങ്ങളെ, നമുക്കൊക്കെ ഐഹിക ലോകമെന്ന് പറയുന്ന ഈ ദുനിയാവ് വിട്ടു പോവണം. പോവണം എന്ന് പറയുന്നതിൽ കുറച്ചുകൂടി നല്ല പ്രയോഗം പോവും എന്നതാണ്. നാം ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ നിലകൊള്ളാൻ നമുക്ക് സാധ്യമല്ല. നാം വിചാരിക്കുന്നത്ര സമയം ഇവിടെ നിലകൊള്ളാൻ നമുക്ക് കഴിയുകയില്ല. അതാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. എന്റെ ഈ സംസാരം പൂർത്തീകരിക്കാൻ എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വളരെ ദുർബലരാണ്. മഹാനായ അബൂദർ റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു, പ്രവാചകൻ അവിടുത്തെ തോളിൽ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞില്ലേ, യാ ബാദർ ഇന്നക ലഈഫ്. ഒരു ഗവർണറായി ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഒരു പ്രദേശത്തേക്ക് പറഞ്ഞയക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, താങ്കൾ ദുർബലനാണ്. മനുഷ്യരെ, നമ്മളൊക്കെ ദുർബലരാണ്. അതുകൊണ്ട് ആ മഹാനായ സഹാബിയോട് പ്രവാചകൻ പറഞ്ഞു, താങ്കളൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. അത് ഭംഗിയായി ഏറ്റെടുത്ത ഉത്തരവാദിത്തം നിർവഹിച്ചാൽ നാളെ പരലോകത്ത് വലിയ വിജയമാണ്. ഇല്ലെങ്കിൽ അതൊരു ഖസിയായി, ഒരു നിന്ദ്യതയായി, ഒരു നദാമത്ത്, ഒരു ദുഃഖമായി നാളെ മാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. കഴിവിട്ട സ്വഹാബികളോട് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സ്വഹബ, നമ്മളൊക്കെ ദുർബലരാണ് എന്നതാണ്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, നമ്മുടെയൊക്കെ ജീവിതം എന്നത്, സംസാരിക്കുന്ന ശിഹാബടക്കര എന്ന എനിക്ക് എന്റെ ഡേറ്റ് മലക്കുൽ മൗത്തിന് അള്ളാഹു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. സമയമാകുമ്പോൾ നമ്മെ പിടിക്കും. ഇവിടെ വന്നു ചേർന്ന സഹോദരിമാരെയും സഹോദരങ്ങളെയും ഒക്കെ ലോകത്തിന്റെ രക്ഷിതാവായ സർവശക്തനായ അള്ളാഹു സമയമാകുമ്പോൾ പിടിക്കാൻ മലക്കുൽ മൗത്തിനെയും മലക്കുൽ മൗത്തിന്റെ സഹായികളായ മാലാഖമാരെയും ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അഹങ്കരിക്കാനും ഹുങ്ക് കാണിക്കാനും വമ്പിന്റെ വർത്തമാനം പറയാനും പൊങ്ങച്ചത്തിന്റെയും ഗർവിന്റെയും വർത്തമാനം പറയാനൊന്നും മനുഷ്യരെ നമുക്ക് അവകാശമില്ല. ഇവിടെ പറഞ്ഞില്ലേ, ഒരു പഞ്ചായത്ത് തല, വാർഡ് തല തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിച്ച സമയം ഞാനൊരു സ്ഥാനാർത്ഥിയായി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി. പക്ഷെ അത് ഒരു ഇലക്ഷൻ തരണം ചെയ്യാനും പൂർത്തീകരിക്കാനും റിസൾട്ട് വരെ എനിക്ക് മുന്നോട്ട് പോകാനും കഴിയുമെന്ന് പോലും വിശ്വസിക്കാൻ പറ്റില്ല ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമായിരിക്കും. മരണത്തിൽ ആർക്കും തർക്കമില്ല. ഉണ്ടോ? ലോകത്ത് മരണം എന്ന വിഷയത്തിൽ എവിടെയെങ്കിലും സംവാദം നടക്കാറുണ്ടോ? ഇല്ല. ഈ കച്ചേരി പറമ്പിൽ ദൈവവിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളായ സഹോദരങ്ങളുണ്ടോ? അവര് തർക്കിക്കോ? അവൻ മരിക്കില്ല എന്ന് പറഞ്ഞ്, എന്റെ ഭാര്യ മരിക്കില്ല എന്ന് പറഞ്ഞ്, അച്ഛനും അമ്മയും മരിച്ചു പോവുകയില്ല എന്ന് പറഞ്ഞ് ഒരു സംവാദത്തിന് ലോകത്തെവിടെയെങ്കിലും മനുഷ്യർ തയ്യാറായിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു സെക്കൻഡിൽ 3 മനുഷ്യരാണ് മരിക്കുന്നത്. ഒരു സെക്കൻഡിലാണ് 3 പേർ മരിക്കണത്. എന്റെ സംസാരം തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയോ? ഇല്ല, 10 മിനിറ്റ് എന്റെ സംസാരം എത്തുമ്പോ 1800 ആള് മരിച്ചു ഈ സംസാരം തുടങ്ങിയിട്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ? കച്ചേരി പറമ്പിലെ യുവാക്കളെ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുന്ന പ്രവർത്തകന്മാരെ, ഇടതിലും വലതിലുമൊക്കെയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, എത്ര നൈമിഷികമാണ് നമ്മുടെയൊക്കെ ജീവിതം, എത്ര തുച്ഛമാണ് നമ്മുടെ ലൈഫ്.
അനന്തമായ അനശ്വരമായ ഒരു ജീവിതം എവിടെയാണ്? വരാനിരിക്കുന്ന മരണാനന്തരമുള്ള ലോകത്താണ്. ഇവിടെയുള്ളതൊക്കെ വളരെ വളരെ നൈമിഷികമാണ്. എന്റെ കൂടെ പഠിച്ച എത്രയോ മനുഷ്യര് മരിച്ചുപോയി. നിങ്ങളുടെയൊക്കെ കൂടെ പഠിച്ചവരും വളർന്നവരും കളിച്ചവരും നടന്നവരും ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടില്ലേ? ഇല്ലേ? ഇപ്പൊ ഒരു ഇലക്ഷനിലേക്ക് വന്നു നിൽക്കുന്ന സമയം, കഴിഞ്ഞ പഞ്ചായത്ത് തല ഇലക്ഷനിൽ മത്സരിച്ച കുറെ സ്ഥാനാർത്ഥികൾ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടില്ലേ? ഈ മരണത്തിന് ഇന്ന സമയമാണ് നമുക്ക് എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ? ഇല്ല. ഖുർആൻ പറഞ്ഞത് വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്താ സമ്പാദിക്കുക, എന്ത് സംഭവിക്കുക എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല എന്നാണ്. ഒരാൾക്കും. വയനാടിന്റെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും 10 മണിക്കും 11 മണിക്കും ഉറങ്ങാൻ കിടക്കുമ്പോ, ബെഡിലേക്ക് കിടക്കുമ്പോ ഏതെങ്കിലും നിരീക്ഷകന്മാർ, ആ പ്രദേശത്ത് ഒബ്സർവ് ചെയ്ത ആളുകൾ, ആ നാടിനെ പഠിച്ച ആളുകൾ ആരെങ്കിലും പറഞ്ഞോ ഇവിടെ കിടക്കണ്ട, ഇന്ന് രാത്രി 2:30 ഒരു സൗണ്ട് വരും, അതോടുകൂടി ചൂരൽമല ഇല്ലാതെയാകും, മുണ്ടക്കൈ ഇല്ലാതെയാകും, നമ്മൾ എല്ലാവരും, ഈ നാട്ടിലെ പലരും ഇന്ന് വിട പറയും? അങ്ങനെ പറഞ്ഞാൽ പിന്നെ അവിടെ ആരെങ്കിലും കിടക്കോ? ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കെങ്കിലും തിരിച്ചറിഞ്ഞോ? കെട്ടിയിടാത്ത നാക്കാലികൾ രക്ഷപ്പെട്ടില്ലേ? 2 ദിവസം കഴിഞ്ഞ് ചാനൽ കാണിച്ചപ്പോ അകിട് വീർത്ത പശു ഇങ്ങനെ വന്ന് വീട് നിന്ന സ്ഥലത്ത്, ആ പശുവിന്റെ ആലയും തൊഴുത്തും നിന്ന സ്ഥലത്ത് പശു ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, അകിട് വീർത്ത്. പാല് കറക്കാനുള്ള ഉമ്മ മരിച്ചുപോയി. പശുവിനെ മാറ്റിക്കെട്ടിയിരുന്ന ഉപ്പ മരിച്ചുപോയി. അയൽവാസികളായിരുന്ന ആളുകളൊക്കെ മരിച്ചുപോയി. വീടിന്റെ തറയുടെ അടയാളം പോലും ബാക്കിയാവാതെ ആ വീടും പറമ്പുമെല്ലാം കുത്തി ഒലിച്ച് തകർന്ന് തരിപ്പണമായി. ഞാൻ ചോദിക്കുന്നത്, ആ പശു എവിടെയിരുന്നു? അകിട് വീർത്ത് പാല് കറക്കാൻ ആളില്ലാതെ ആ അപകടം സംഭവിക്കുന്ന, ഇടിഞ്ഞു വീണ് തകർന്നു പോകുന്ന പ്രദേശത്തു നിന്ന് ആ പശു കുറച്ചങ്ങ് മാറി വേറെ കാട്ടിലേക്ക് കയറിപ്പോയത് ആര് പറഞ്ഞിട്ടാ? ഇവിടെ ഈ കുടുംബത്തിന്റെ ഗ്രഹനാഥന്റെ മയ്യത്തുണ്ട് എന്ന് തെരച്ചിൽ നടത്തുന്ന ആളുകൾക്ക് മനസ്സിലാകാത്ത സമയത്ത് ആ വീട്ടിൽ വളർത്തിയിരുന്ന പട്ടി അവിടെ ഇങ്ങനെ മാന്തി, കാലുകൊണ്ടും കൈകൊണ്ടും ഒക്കെ ഇങ്ങനെ മണ്ണ് നീക്കി അവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചപ്പോ ചില ആളുകൾ പറഞ്ഞു, ഇവിടെ ഒന്ന് മാന്തണം, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. മാന്തുമ്പോ അവിടുന്ന് ബോഡി കിട്ടാണ്. ഈ പട്ടി എവിടെയായിരുന്നു? അപ്പോ ഈ പശു എവിടെയായിരുന്നു? ഈ ആട് എവിടെയായിരുന്നു? അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചത് മനുഷ്യരെയാണ്. ചിന്തിക്കാനാ ഞാൻ പറയുന്നത്. തൊഴുത്തിൽ നിന്ന് കെട്ടിയിടാത്ത പശു സാധാരണ പറമ്പില്, ചെറിയ വേലി അടച്ച പറമ്പില് കെട്ടിയിടാതെ വിട്ട ആടുകൾ, പശുക്കളൊക്കെ കയറിപ്പോയി. 1:30 ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. ആ സൗണ്ട് ഒരു സൂചനയാണ് എന്നൊക്കെ പത്രം പിന്നെ എഴുതി, ചാനല് പിന്നെ അവതരിപ്പിച്ചു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2:30 ഒരു സൗണ്ട് വന്നു. തന്റെ നെഞ്ചിന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് തന്റെ കുഞ്ഞിന് മുലപ്പാല് നൽകിക്കൊണ്ടിരുന്ന ഉമ്മ പറയാണ്, ഞാൻ കുറെ ശ്രമിച്ചു, എനിക്കൊരു വള്ളിയിൽ പിടുത്തം കിട്ടി, ഒരു കൈ കൊണ്ട് ഞാൻ എന്റെ കുഞ്ഞു മോളെ ചേർത്ത് പിടിച്ചു നോക്കി, കിട്ടിയില്ല, പിടുത്തം കിട്ടിയില്ല. തൊണ്ടയിടറി, ചുണ്ടുകൾ വിറച്ച്, കണ്ണുനീരിങ്ങനെ ഒറ്റി ഒറ്റി വീണ് ഗദ്ഗതമായി ആ ഉമ്മ ഇങ്ങനെ പിറ്റേ ദിവസം ചാനലുകാരോട് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? എന്റെ 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ്, ആ കുഞ്ഞെന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോ എന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയെ ഞാൻ ഏറെ പിടിച്ചു നോക്കി, കിട്ടിയില്ല. എന്റെ ഉമ്മ എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയപ്പോ, എന്റെ വാപ്പ എന്റെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടപ്പോ, എന്റെ മൂത്ത മോള് ഉമ്മ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് പിന്നീട് വഴുതിപ്പോയപ്പോ, ഇങ്ങനെ എത്ര സംസാരങ്ങളാണ് കേട്ടത്. പ്രവാസ ലോകത്തുനിന്ന് വാർത്ത ഇറങ്ങി, എയർപോർട്ടിൽ ഇറങ്ങി, ചൂരൽമലയുടെ മുണ്ടക്കൈയുടെ പരിസരത്ത് വന്നു നിൽക്കുമ്പോ, ഇവിടെയായിരുന്നു എന്റെ വീട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഒരടയാളം പോലും ഇല്ലാതെ, മനസ്സിലാകുന്നില്ല എനിക്ക് എന്റെ വീട് എവിടെയായിരുന്നു എന്ന് പറയാൻ. കേട്ടിട്ടില്ലേ അങ്ങനെ വാർത്ത? വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്.
ഞാൻ ഇത് പറഞ്ഞെന്തിനറിയോ? എന്നിട്ട് മയ്യത്ത് ഇങ്ങനെ ഒലിച്ചു വന്ന് തല വേർപ്പെട്ടു പോയത്, കാല് വേർപ്പെട്ടു പോയത്, കൈ വേർപ്പെട്ടു പോയത് ഞങ്ങളുടെ നാടിന്റെ പരിസരത്തുള്ള ചാലിയാറിന്റെ കുത്തൊഴുക്കിൽ പെട്ടിങ്ങനെ ഒലിച്ചു വന്നപ്പോ നാട്ടുകാരൊക്കെ വെള്ളത്തിന്റെ സൈഡിലേക്ക് ഇറങ്ങി നിന്ന് മരങ്ങൾ ഇങ്ങനെ ഒലിച്ചു വന്ന് തങ്ങിക്കിടക്കുന്നത് ക്രെയിൻ ഉപയോഗിച്ചും ഹിറ്റാച്ച് ഉപയോഗിച്ചും JCB ഉപയോഗിച്ചൊക്കെ ഇങ്ങനെ മാറ്റിയപ്പോ ആ മരങ്ങൾക്കിടയിൽ നിന്ന് മനുഷ്യന്റെ ബോഡി ഇങ്ങനെ ഒലിച്ചു വരുമ്പോ 260-ലധികം ബോഡിയാണ് ചൂരൽമലയിൽ നിന്ന് ഇങ്ങ് 80 കിലോമീറ്റർ ഇപ്പുറം കിടക്കുന്ന ഇടക്കരയുടെ ചുങ്കത്തറയുടെ ചാലിയാറിന്റെ കുത്തൊഴുക്കിൽ നിന്ന് മനുഷ്യൻ പിടിച്ചെടുത്തത്. എത്ര? 260. അതിലധികം മയ്യത്തുകൾ. നിങ്ങൾ ഓർക്കുന്നില്ലേ അത്? ഈ ആയത്തൊന്നിങ്ങനെ ഈ സംഭവത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച് നോക്ക് നിങ്ങൾ. ലോകത്തിൽ നടന്ന അപകടങ്ങളിൽ ചൂരൽമല വലിയൊരു അടയാളപ്പെടുത്താനുണ്ടോ? രാജ്യം, നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യയിലെ അപകടങ്ങളെ നോക്കുമ്പോ ചൂരൽമലയിൽ ഒരു കടുകുമണിയിട്ട് അടയാളപ്പെടുത്താൻ അതിന്റെ മാപ്പിൽ അത്ര വലുതാണോ? അത് ചെറിയൊരു സംഭവമായിട്ടാണ് അവർക്കൊക്കെ തോന്നുക. പക്ഷേ അത് അനുഭവിച്ചവർ, ആ അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെട്ടവർ, ഉറ്റയവരും ഉടയവരും നഷ്ടപ്പെട്ട് ഒറ്റയാനായി ബാക്കിയായവർ, അവരിങ്ങനെ ആകാശത്തിന്റെ മേലാപ്പിലേക്ക് കരങ്ങൾ ഉയർത്തി തൊണ്ടയിടറി അവരിങ്ങനെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട്, അല്ലാഹുവേ, എന്റെ കൂടെയുള്ളവർ, എന്റെ അനിയൻ, എന്റെ ജേട്ടന്റെ ഭാര്യ, മക്കള്, എന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മ, എന്റെ വാപ്പ, മെഴുകുതിരി പോലെ ഒഴുകി തീർന്ന എന്റെ പ്രിയങ്കരനായ വാപ്പ, ഏറെ സ്വപ്നങ്ങൾ കണ്ട് ഞങ്ങളെ വളർത്തിയ മാതാപിതാക്കൾ, പടച്ചവനെ എല്ലാവരെയും നീ തിരിച്ചു വിളിച്ചൊല്ല റബ്ബേ. അല്ലാഹുവേ, റബ്ബേ, ഞാൻ മാത്രം ബാക്കിയായി. പടച്ചവനെ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ നാളെ പരലോകത്ത് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. സ്വർഗത്തിന്റെ വിശാലമായ ലോകത്ത് ഞങ്ങളെ കണ്ടുമുട്ടി പടച്ചവനെ സന്തോഷിക്കുവാൻ അവസരം നൽകണേ അല്ലാ. പടച്ചവനെ, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബേ അവരെ കാത്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മുട്ടുകുത്തി അങ്ങനെ അവശരായി ആകാശത്തിന്റെ മേലാപ്പിലേക്ക് മനസ്സും കണ്ണുമൊക്കെ ഉയർത്തിപ്പിടിച്ച്, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച എത്ര മനുഷ്യരെയാണ് നമ്മൾ കണ്ടത്. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. കച്ചേരിപ്പറമ്പിലെ മനുഷ്യരെ, ഇവിടെ വന്നു ചേർന്നവരെ, നമ്മളൊക്കെ ദുർബലരാണ്. ഇതാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞത്. നമ്മൾ ദുർബലരാണ്. ആരും അഹങ്കരിക്കരുത്. ഞാനെന്ന അനാനികത്തിന്റെ വർത്തമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഞാനുള്ളത് കൊണ്ടാണിത്, ഞാനുണ്ടായത് കൊണ്ടാ ഇങ്ങനെ. ഒന്നും വേണ്ട. ഹൃദയത്തിന്റെ വാരിയല്ലുകൾ കൊണ്ട് മൂടി ഹൃദയമെന്ന് പറയുന്ന പടച്ചവൻ നന്നായി സുരക്ഷിതമായി വെച്ച ഹൃദയത്തിന്റെ ആ ഉള്ളറകളിൽ ഒരു ചെറിയ തൂക്കം അഹങ്കാരം, കിബർ വന്നാൽ ലാ യദ്ഖുലുൽ ജന്ന എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ തങ്ങളായ മുത്തുനബി, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞ എന്താണെന്നറിയോ? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ കാരുണ്യം എന്റെ മേൽ ചുറ്റിപ്പൊതിഞ്ഞില്ലെങ്കിൽ എന്റെ അവസ്ഥ പോലും എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞ തങ്ങളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി കഴിഞ്ഞിട്ടേ നമുക്ക് നമ്മുടെ ഉമ്മയുള്ളൂ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഉമ്മ പോലും ആ മുത്തുനബി കഴിഞ്ഞിട്ടാണ്. ഞാൻ എന്റെ സംസാരം ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നബിയുടെ പേര് എത്ര തവണ പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. മതി, ആരും കേൾക്കണമെന്നില്ല. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് കേൾക്കതൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, മുത്തുനബിയുടെ മേൽ നീ സമാധാനം കൊടുക്കണേ അല്ലാ എന്നാണ് ഖുർആനിലെ ആയത്ത്. അങ്ങനെയാണ്. ഇന്നല്ലാഹ വമലായികതഹു, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവും അവന്റെ മാലാഖമാരും അല്ലേ മുത്തുനബിയുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. കണ്ടോ? നിങ്ങൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണേ, സലാം വർദ്ധിപ്പിക്കണേ, സലാം പറയണേ. അപ്പൊ സഹാബത്ത് ചോദിച്ചു നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, സലാം പറയാൻ ഞങ്ങൾക്ക് അറിയാം നബിയെ, പക്ഷെ എങ്ങനെയാണ് നിങ്ങളുടെ മേൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? തങ്ങളായ മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൂലു, നിങ്ങൾ ചൊല്ലിക്കോ. എന്താ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ആ സ്വലാത്ത് അങ്ങ് പഠിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ.
ഇതൊക്കെ ഹദീസിൽ വന്നിട്ടില്ലേ? ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. ആ പ്രവാചകൻ നമ്മുടെ ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, ജേട്ടനേക്കാൾ, അനിയനേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, സ്വത്തിനേക്കാൾ, ആസ്തിയേക്കാൾ, സർവ്വതിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹ് കഴിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ആ റസൂലുള്ളയാണ്. സ്വഹാബിയെ തലക്കീഴ്പോട്ടായി കെട്ടിത്തൂക്കി ചാട്ടവാറ് കൊണ്ടിങ്ങനെ അടിച്ചു ദ്രോഹിച്ച് പറയൂ, എന്താ പറയേണ്ടതെന്നറിയോ? ഉപദ്രവിക്കുകയാണ്. ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അതിന്റെ ചില ശകലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എല്ലാ ചരിത്രങ്ങളിലേക്കും എത്തി നോക്കാൻ പോലും നമ്മുടെ മുമ്പിൽ സമയമില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഈ സ്വഹാബി ഇങ്ങനെ ദ്രോഹിക്കുമ്പോ എന്താ പറഞ്ഞെന്നറിയോ? ശത്രുക്കൾ വെച്ച ഡിമാൻഡ് എന്താണെന്നറിയോ? വെറുതെ വിടാം, താങ്കളെ വെറുതെ വിടാം. പക്ഷെ ഒരൊറ്റ ഡിമാൻഡാ, എന്റെ സ്ഥാനത്ത് എന്റെ നബിയായിരുന്നെങ്കിൽ എന്നൊരു പ്രയോഗം നടത്തിയാൽ മതി. എന്റെ സ്ഥാനത്ത് എന്റെ നബിയായിരുന്നെങ്കിൽ എന്നൊന്ന് പറഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടാമെന്ന് പറഞ്ഞപ്പോ ആ മഹാനായ വ്യക്തിത്വം പറഞ്ഞത് എന്താണെന്നറിയോ? എന്റെ സ്ഥാനത്ത് എന്റെ നബിയായിരുന്നെങ്കിൽ എന്ന് പറയാനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ എന്റെ സ്ഥാനത്ത് എന്റെ നബി എന്ന് എനിക്ക് പറയുന്നതിന് പകരം എന്റെ സ്ഥാനത്ത് മുത്തു നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലെ ആയിരക്കണക്കിന് രോമങ്ങളിൽ ഒരു രോമമായിരുന്നെങ്കിൽ എന്ന് പറയാനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ അത് പറയാൻ ഞാൻ റെഡിയല്ലടോ. എന്റെ പ്രവാചകൻ എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. എന്റെ മുത്തു നബി എനിക്കേറെ വിലപ്പെട്ടതാണ്. ആ പ്രവാചകനായിരുന്നെങ്കിൽ എന്നതിന് പകരം മുത്തുനബിയുടെ ശരീരത്തിലെ ഒരു രോമമായിരുന്നെങ്കിൽ എന്ന് പറയാനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ അതുപോലും പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് ആ മഹാനായ വ്യക്തിത്വം പറയുമ്പോ, ചാട്ടവാറുകൾ കൊണ്ട് ദ്രോഹിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അവർക്കൊക്കെ മുത്തുനബിയോടുണ്ടായിരുന്ന സ്നേഹം എത്രത്തോളമായിരുന്നു അല്ലേ? എത്രയെത്ര ചരിത്രങ്ങൾ അങ്ങനെ കടന്നു പോകുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് ചുംബിക്കാൻ വേണ്ടി സൊഫിൽ നിന്ന് തെറിച്ചു നിൽക്കുന്ന, ഒന്ന് തെറ്റി നിൽക്കുന്ന, ഒരടി കയറി നിന്ന സ്വഹാബിയെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഞാൻ പോകുന്നില്ല ചരിത്രത്തിലേക്ക്. ഞാൻ പറയുന്നത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ മുത്തുനബി ഇല്ല. പക്ഷേ മദീനയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നു. അന്ന് ജീവിച്ചിരിക്കുന്നത് പോലെ മദീനയിൽ ഇന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നെങ്കിൽ വീട് വിറ്റിട്ടാണെങ്കിലും നമ്മൾ പോകും മുത്തുനബിയോടൊന്ന് കൈ കൊടുക്കാൻ, ഒന്ന് ചാരത്തിരിക്കാൻ, ഒന്ന് ചേർന്നിരിക്കാൻ, ഒന്ന് ആലിംഗനം ചെയ്യാൻ, അവിടുത്തേക്കൊന്ന് സംസാരിക്കാൻ, ഒന്ന് സലാം നേരിട്ട് പറയാൻ. ആരാ കൊതിക്കാത്തത്? ആരാ മോഹിക്കാത്തത്? ആരാഗ്രഹിക്കാത്തത്? ആരാഭിലഷിക്കാത്തത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അന്ന് ജീവിച്ചിരുന്ന പോലെ, സഹാബത്തിനിടയിൽ ജീവിച്ചിരുന്നത് പോലെ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പൂമേനി അത് ഖബറിനകത്തേക്ക് വെക്കുമായിരുന്നില്ല. അവിടുന്നും ജീവൻ നഷ്ടപ്പെട്ടു പോയി അല്ലേ പ്രിയപ്പെട്ടവരെ? വഫാത്തായി. മുസ്ലിം ലോകം ഒന്നിച്ചു പറയുന്ന ഒന്നല്ലേ? റബീഉൽ അവ്വൽ മാസം കടന്നു വന്ന പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുനിന്ന് വഫാത്തായത് സ്വഹാബത്ത് ഓർത്തത്, അവര് വിങ്ങി വിങ്ങി കരഞ്ഞത്, ഉറയിൽ നിന്ന് വാളൂരി പിടിച്ച് ആരെങ്കിലും നമ്മുടെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞവന്റെ തല ഞാൻ വെട്ടുമെന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്നത്, മിമ്പറിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി സംസാരിക്കുന്നത്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ അടങ്ങുന്നത്, ഒതുങ്ങുന്നത്, വിതുമ്പുന്നത് കേട്ടിട്ടില്ലേ? ആ ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ, ആ ഉമ്മയുടെ ഷോൾഡറിലേക്ക് ചെരിഞ്ഞു കിടന്ന് അവിടുത്തെ നെഞ്ചിടത്തിലേക്ക് ഉർന്നിറങ്ങി, അവിടുത്തെ മടിത്തട്ടിലേക്ക് ഉർന്നിറങ്ങി, കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കാലുകൾ ചുരുട്ടി. അത് ഏത് മാസ? റബീഉൽ അവ്വൽ മാസത്തില് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുനിന്ന് വിട പറയാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന് നമ്മുടെ ഉമ്മയുടെ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ഉമ്മയോട് റളിയല്ലാഹു അൻഹയോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആയിഷ, ചില കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയട്ടെ, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുകയാണ്. അവിടെ വെച്ച് പറഞ്ഞ ഒന്നെന്താ അറിയോ? ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചു. ആരെ? അള്ളാഹുവിന്റെ ശാപമുണ്ട് അലൽ യഹൂദി വൻ നസ്വാറ, നസ്വാറാക്കളുടെ മേൽ, അതുപോലെ തന്നെ യഹൂദികളുടെ മേൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ ശാപമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് കാരണം കൂടി പറഞ്ഞു, ഇത്തഖദു, അവർ സ്വീകരിച്ചവരാണ്, ഖുബൂറ അംബിയാഇഹിം, അംബിയാക്കന്മാരുടെ ഖബറുകൾ,
യഹൂദികൾക്കും നസാറാക്കൾക്കും ഒരു നബിയുടെ ഖബർ കിട്ടിയാൽ അവരെന്താക്കി മാറ്റും? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർ സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കി മാറ്റും. ആര്? നസാറാക്കൾ. ആര്? ജൂതന്മാർ, യഹൂദികൾ. അവർക്ക് പ്രിയപ്പെട്ടവരെ ഒരു നബിയുടെ ഖബർ കിട്ടിയാൽ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റും. അതായത് ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ പോലും നസാറാക്കളുടെ സെമിത്തേരിയിലേക്ക് ചെന്നാൽ വലിയ മാർബിളുകൾ പതിച്ച്, നല്ല ടൈൽസ് ഒട്ടിച്ച്, നല്ല കുരിശ് നാട്ടി ഖബറുകളെ മനോഹരമാക്കി വെച്ചിട്ടുണ്ടാകും. അത് അവരുടെ ഇഷ്ടമാണ്, അവർക്ക് ചെയ്യാം. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അവരുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അവർക്കത് ചെയ്യാം. പക്ഷെ ഇസ്ലാമിക ലോകത്ത് നിന്ന് അതിനെ നോക്കുമ്പോ ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞത്, അവർക്കൊരു നബിയുടെ ഖബർ കിട്ടിയാൽ, ഒരു നബിയുടെ മൃതശരീരം കിട്ടിയാൽ, പൂമേനി കിട്ടിയാൽ അവരങ്ങനെ ചെയ്യുമെന്ന് ലോകത്തുനിന്ന് വഫാത്താകുന്ന അന്ന് പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്ന് പറഞ്ഞതാ. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ചില പ്രാർത്ഥനകളുണ്ട്. അത് ഞാൻ സംസാരത്തിന്റെ കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് പറയാം. അപ്പൊ ഞാൻ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയണം. എങ്ങനെ സഞ്ചരിക്കും? എങ്ങനെയാണ് മുത്തുനബിയുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുക? നമ്മൾ ആരെയാണ് അനുസരിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണേ. ഈ കച്ചേരിപ്പറമ്പിലെ മുസ്ലിങ്ങളെ, സദസ്സിലിരിക്കുന്നവരെ, റോഡിൽ നിൽക്കുന്നവരെ, ഓരത്ത് നിന്ന് കേൾക്കുന്നവരെ, ദൂരെ നിന്ന് വീക്ഷിക്കുന്നവരെ, ഓൺലൈൻ സംവിധാനമുണ്ടെങ്കിൽ കേൾക്കുന്നവരെ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരെ, ആരുമാകട്ടെ മനുഷ്യരെ, നിങ്ങൾ ആരനുസരിക്കണം? ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ അനുസരിക്കണം. പോരാ, വഅതിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അനുസരിക്കണം. ഇനി ഒരു പ്രവാചകൻ ലോകത്തിലേക്ക് വരാനില്ല. ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ നബിയുമാണ് നമ്മുടെ ഉപ്പയാകുന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം. മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് പടച്ച റബ്ബ് സംവിധാനിച്ച് ജീവൻ കൊടുത്ത് 60 മുഴം നീളമുണ്ട് എന്ന് ഗ്രന്ഥങ്ങളിൽ, പ്രമാണങ്ങളിൽ പറയുന്ന, എങ്ങനെ 60 മുഴം എന്ന് പറഞ്ഞ 90 അടി ഹൈറ്റ് നമ്മുടെ വല്ലിപ്പാക്ക് ഉണ്ടായിരുന്നു. 90 അടി ഹൈറ്റ് ആദ്യത്തെ നമ്മുടെ ഉപ്പ, ആദ്യത്തെ മനുഷ്യൻ. ഹവ്വ എന്ന് പറയുന്ന ബീബി, നമ്മുടെ ഉമ്മ, ആദ്യത്തെ ഉമ്മ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ലോകത്തിലേക്ക് കൊണ്ടുവന്ന മനുഷ്യക്കൂട്ടത്തിലെ രണ്ടാമത്തെ വ്യക്തിത്വം. പിന്നൊരു അത്ഭുത ജന്മം നടന്നത് മഹാനായ യേശു ക്രിസ്തു ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ഒരാണിന്റെ സ്പർശനമില്ലാതെ മറിയം ബീവി, നോക്കൂ, ലോകത്തിലേക്ക് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമായി ലോകത്തിലേക്ക് പ്രസവിച്ചു വീണ, അല്ലെങ്കിൽ പ്രസവിച്ചു വിട്ട പടച്ചവന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പ്രവാചകനെ ലോകത്തിലേക്ക് സമ്മാനിച്ചു. ഒരാണിന്റെ സ്പർശനമില്ലാതെ കളിയാക്കി, പരിഹസിച്ചു, തട്ടിപ്പറഞ്ഞു, കുത്തുവാക്ക് പറഞ്ഞു, എല്ലാം കേൾക്കേണ്ടി വന്നു. തൊട്ടിലിൽ വെച്ച് സംസാരിച്ച ഒരു ബൈബിളിൽ പോലും ഇത്ര വിശദമായി പറഞ്ഞിട്ടില്ല. ഖുർആനിൽ ഒരു അധ്യായം തന്നെ, 19ാമത്തെ അധ്യായം തന്നെ മറിയമെന്നാണ്. ഞാൻ അങ്ങോട്ട് കിടക്കണില്ല, മറിയമെന്നാണ്. അത് മൂന്നാമത്തെ അത്ഭുതമായ ഒരു ജന്മമാണ് ലോകത്ത്. ബാക്കി നമ്മളെല്ലാവരും ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരാണ്. അങ്ങനെ 3 ഇരുട്ടറയിൽ അള്ളാഹു സംവിധാനിച്ചതാണ്. പരിശുദ്ധ ഖുർആനിലെ 39ാം അധ്യായം സൂറത്ത് സുമറിൽ 6ാമത്തെ ആയത്തെത്തുമ്പോ അള്ളാഹു പറഞ്ഞത് എങ്ങനെയാണ്? യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാതിൻ സലാസ്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു തആല ഇത് പറയുന്നത്. ഇവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യരും ശ്രദ്ധിക്കേണ്ട വാക്കാണത്. നിങ്ങളുടെ ഉമ്മമാരുടെ, അമ്മമാരുടെ ഗർഭപാത്രത്തിനുള്ളിൽ, നിങ്ങളുടെ ഉമ്മമാരുടെ, അമ്മമാരുടെ ഗർഭപാത്രത്തിനുള്ളിൽ 3 ഇരുട്ടറക്കുള്ളിൽ ഘട്ടങ്ങൾ ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് അള്ളാഹു നിങ്ങളെ സംവിധാനിച്ചു. വിശദീകരിച്ച് സമയം കളയുന്നില്ല. ഒരു അലക്കായിരുന്നു, അല്ലെ, നുത്തുഫത്തായിരുന്നു, അലക്കത്തായിരുന്നു, മുളകത്തായിരുന്നു, ഒരു ബീജഗണമായിരുന്നു, രക്തകഷ്ണമായിരുന്നു, മാംസകഷ്ണമായിരുന്നു, കടിച്ചു തുപ്പിയ ഇറച്ചി കഷ്ണമായിരുന്നു, പല്ലിന്റെ അടയാളം പതിഞ്ഞ ഒരു മാംസകഷ്ണമായിരുന്നു. എല്ല് കൊടുത്തു, മാംസം കൊണ്ട് പൊതിഞ്ഞു, പിന്നീട് അതിന് റൂഹ് നൽകി, ജീവൻ നൽകി. അങ്ങനെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരാൻ സമയമാകുമ്പോ കൊടുത്ത ദ്രാവകം സൂക്ഷിച്ച സഞ്ചി പൊട്ടി പുറത്തേക്ക് വന്നു. ഇതൊക്കെ ശാസ്ത്രം, ബിഷഗ്വരന്മാർ, ഗൈനക്കോളജിസ്റ്റുകളൊക്കെ വിശദീകരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ വന്നതാ നമ്മളൊക്കെ. ഇങ്ങനെ മലന്ന് കിടന്ന് കരയാനും ചിരിക്കാനും മാത്രം അറിഞ്ഞിരുന്ന സമയം, കൈയൊക്കെ അങ്ങനെ ചുരുട്ടി പിടിച്ച് പലതും നേടുമെന്ന് അങ്ങനെ സാഹിത്യകാരന്മാർ പറഞ്ഞത്, പലതും നേടാനുണ്ട് എനിക്കിവിടെ എന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു വായുവിലേക്ക് എറിയുന്നത് പോലെ ഒരു കുഞ്ഞിങ്ങനെ കൈകളൊക്കെ ചുരുട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടന്നു. പിന്നെ മരിച്ചപ്പോ ചുരുണ്ടുപോയ വിരലുകൾ പോലും നിവർത്തിപ്പിടിച്ചിട്ട് മനുഷ്യരെ കൈകൾ ഇങ്ങനെ ചേർത്തു വെച്ച്
എനിക്കൊന്നും നേടാനായിട്ടില്ല എന്ന രൂപത്തിൽ തിരിച്ചു പോവുകയാണ് മനുഷ്യരെന്ന് എഴുത്തുകാരന്മാരൊക്കെ പറയാറുണ്ട്. നിൽക്കട്ടെ പ്രിയപ്പെട്ടവർ, അത്ര ദുർബലമായി ഒരു കുറച്ചു കാലം ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് അവസരം തന്നു. എന്തിന്? ഇതൊരു പരീക്ഷണ സ്ഥലമാണ്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തിലേക്കുള്ള കൃഷിയിടമാണ് ഈ ഭൂമി. ഇവിടെ ഞാനെന്ന ഭാവം നടിക്കാതെ, ഗർവ് നടിക്കാതെ, കിട്ടിയ സമയം അള്ളാഹുവിനെ ഓർത്ത് ദിക്റുകൾ വർദ്ധിപ്പിച്ച്, സ്വലാത്ത് വർദ്ധിപ്പിച്ച്, ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്താതെ, സുന്നത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിച്ച്, അള്ളാഹുവിനെ ഓർത്ത് പരിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിച്ച്. ഞാൻ ചോദിക്കട്ടെ കച്ചേരി പറമ്പിലെ മുസ്ലിങ്ങളോട്, ഖുർആനിലെ 6236 ആയത്തുകള് കാണാതെ അറിയുന്ന എത്ര പേര് ഈ കച്ചേരി പറമ്പിൽ ഉണ്ടാകും? ഒന്നും വേണ്ട. 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ, 2 ബഖറ, 3 ആലി ഇംറാൻ, 4 നിസാ, 5 മാഇദ, 6 അൻആം, അറാഫ്, അൻഫാൽ, തൗബ, യൂനുസ്, ഹൂദ്, ഇങ്ങനെ പോവണേ. 114 അധ്യായം. ഈ 114 അധ്യായത്തിൽ നിന്നൊരു 10 സൂറത്തിന്റെ അർത്ഥം എനിക്കറിയും എന്ന് ധൈര്യമായി പറയാൻ പറ്റുന്ന എത്ര പേരുണ്ടാവും? നിങ്ങളെ മണ്ഡലത്തിലെ, പഞ്ചായത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളുടെ ഡീറ്റെയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയും. അറിയില്ലേ? നമ്മളെ കുട്ടികളോട് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ കളിക്കളത്തിൽ ഇറങ്ങുന്ന 11 ആളെ ഓർഡറിൽ അവർ പറഞ്ഞു തരും. ഫുട്ബോൾ താരങ്ങളെ പറഞ്ഞു തരും. ലോകത്തിലെ കായിക താരങ്ങളെ പറഞ്ഞു തരും. ഖുർആനിൽ നിന്നൊരു 20 സൂറത്തിന്റെ പേരറിഞ്ഞത് കൊണ്ട് പരലോകത്തെ രക്ഷയൊന്നും കിട്ടൂല. എന്നാലൊരു ഓർഡറിൽ 20 സൂറത്തിന്റെ പേര് നിങ്ങളെ മക്കളോടൊന്ന് ചോദിച്ചു നോക്ക്. +2കാരനോട്, ഡിഗ്രിക്കാരനോട്, 8ലും 9ലും 10ലും പഠിക്കുന്ന കുട്ടിയോട് ഒന്ന് ചോദിക്ക്. മയ്യത്ത് നിസ്കാരത്തിലെ 3ാമത്തെ തക്ബീർ കഴിഞ്ഞ് ചൊല്ലേണ്ട പ്രാർത്ഥന ഒന്ന് ചോദിക്കുന്ന സ്വകാര്യമായിട്ട്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇവിടെ വാ, എന്റെ അടുത്തിരിക്ക്. 3ാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട പ്രാർത്ഥന ഒന്ന് ചൊല്ലിക്കൊണ്ട. 10ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചോനാ, ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞോനാ, കല്യാണം കഴിച്ചവരാ. ചോദിക്ക് നിങ്ങള്. ഞാൻ പറയുന്നു പലർക്കും അറിയില്ല. അറിയുന്നവർക്ക് തന്നെ അർത്ഥമറിയില്ല. ബാപ്പാന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് കൈകെട്ടി നിന്നിട്ട് പടച്ചോനെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറയുമ്പോ, പടച്ചോനെ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്നാണ് ഈ പറയുന്നത്. കരുണ കാണിക്കണേ അല്ലാ എന്നാണ് ഈ പറയുന്നത് എന്ന് ഓരോ വാചകത്തിന്റെയും അർത്ഥമറിയുന്നവർ എത്ര പേരുണ്ടാകും? അതിനൊന്നും ട്യൂഷൻ ഇല്ലല്ലേ? ആർക്കും സംവിധാനങ്ങളില്ല. ഉണ്ടോ? SSLC ആയപ്പോ രാവിലെ വൈകുന്നേരം ട്യൂഷനില്ലേ? +2 സയൻസ് എടുത്തവർക്ക് രാവിലെ വൈകുന്നേരം ട്യൂഷനില്ലേ? LKG ചേർത്തപ്പോ സ്വപ്നം കണ്ടിട്ടില്ലേ നമ്മള്? കുട്ടിയെ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, ബിരുദാനന്ദ ബിരുദം നേടിക്കൊടുക്കണം, ഇന്ന സ്ഥലത്തേക്ക് അയക്കണം, ഇന്ന ജോലി വാങ്ങണം. എന്നാൽ ഇന്ന് രാത്രി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നമ്മെ തിരിച്ചു വിളിച്ചാൽ ആ തന്റെ മകൻ 20കാരനായ, 25കാരനായ, 18കാരനായ, 16കാരനായ മകള് തിരിച്ചു പോകുമ്പോ നിസ്കാരത്തിന്റെ കൃത്യമായ കിറ്റ് അവന്റെ കൂടെ ഉണ്ടോ? ഐച്ഛികമായ നോമ്പ്, ഫർലായ നോമ്പ് നോറ്റുവിട്ടാത്തത്, പടച്ചവന്റെ മുമ്പിൽ 5 നേരം ചെന്ന് ജമാഅത്തായി നമസ്കരിച്ചതിന്റെ ആ പ്രതിഫലത്തിന്റെ കുമ്പാരം വാങ്ങാനുള്ള ലിസ്റ്റുമായി മടങ്ങാൻ കഴിയുമോ കൂട്ടരെ? നമ്മുടെ മക്കൾക്കൊക്കെ കഴിയോ? പലർക്കും പലതും പല വർത്തമാനങ്ങളും പറയാനുണ്ടാകും. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ലൈബാണ്, ലഹ്വാണ്, സീനത്താണ്, തഫാഖുറാണ്, തക്കാസുറാണ്. ഞാൻ ആയത്തിലേക്ക് കിടക്കുന്നില്ല. കളിയുടെ ലോകമാണ്, വിനോദത്തിന്റെ ലോകമാണ്, അലങ്കാരത്തിന്റെ ലോകമാണ്, പരസ്പരമുള്ള കിബറിന്റെയും ആ ദുരഭിമാനത്തിന്റെയും ലോകമാണ്, തക്കാസുറിന്റെ ലോകമാണ്, പെരുപ്പം പറയുന്നതിന്റെ ലോകമാണ്. പരിചയപ്പെട്ടപ്പോ നിങ്ങളെവിടെ? ഞാൻ കോട്ടപ്പാടത്താണ്. എന്നാ ആ ഫസ്റ്റ് കണ്ട ചുമന്ന പെയിന്റ് അടിച്ച ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ മൂത്ത മോന്റെതാ. മണ്ണാർക്കാടിന്റെ അനുജന് ചെറിയ മോനൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ഇന്ന സ്ഥലത്ത് പെരിന്തൽമണ്ണയില് കുറച്ച് സ്ഥലമുണ്ട്. ആ ഒരൊറ്റ മോളേ ഉള്ളൂ, കുവൈറ്റിലാണ്. ഭർത്താവും അവിടെയാണ്, അവളും അവിടെയാണ്, മക്കളും അവിടെയാണ്. ഭയങ്കര സ്റ്റാൻഡേർഡുള്ള സ്കൂളിലാ പഠിപ്പിക്കണത്. ഇതൊന്നും ചോദിച്ചിട്ടില്ല, ഇങ്ങനെ പറയാണ്, പെരുമ പറയുക. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. ഈ റൊട്ടേഷനിടയിൽ ലഅബ്, ലഹ്വ്, സീനത്ത്, തഫാഖുർ, തക്കാസുർ എന്നൊക്കെ പറയുന്ന മനുഷ്യന്റെ ഈ ചെറിയ ലോകമുണ്ടല്ലോ, അതിനിടയിൽ പടച്ചവൻ തിരിച്ചു വിളിക്കും. അടിയിട്ട് അള്ള കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും അല്ല ലോകം. ഇത് നമുക്കൊരു പരീക്ഷണ സ്ഥലം മാത്രമാണ്. ആ പരീക്ഷണ സ്ഥലത്ത് മാക്സിമം അള്ളാഹുവിലേക്ക് അടുക്കാൻ എന്തു ചെയ്യണം? ഞാൻ കുറെ പ്രവർത്തിക്കുന്നുണ്ട്, ഞാൻ കുറെ ചെയ്യുന്നുണ്ട്. അത് അള്ളയും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞ രൂപത്തിൽ തന്നെയാണോ? പരിശോധിക്കണ്ടേ? ഞാൻ 1ാമത്തെ ആയത്തായി നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചെന്താണ്? നിങ്ങൾ അള്ളാഹനെ അനുസരിക്കണേ, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണേ, വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണേ. കച്ചേരി പറമ്പിൽ ഓരോ പ്രായമുള്ള മനുഷ്യരും ഈ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിച്ചു കേൾക്കണം. വളരെ കുറഞ്ഞ സമയം. നമ്മൾ ആരൊക്കെ അനുസരിക്കേണ്ട? അള്ളാഹനെ അനുസരിക്കണം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ നേതാക്കന്മാരെ അനുസരിക്കണം. ഇനി അള്ളാഹു ഖുർആനിൽ പറയാട്ടോ, അനുസരിക്കുമ്പോ 3 ടീമിനെ അള്ളാഹു തആല പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് പറയാ, ഫഇൻ തനാസഅതും ഫീ ഷൈ, ഒരു വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാൽ, നമുക്ക് തർക്കമുണ്ട്. ഇപ്പൊ ഈ സംസാരം നടത്തുന്നത് മുജാഹിദുകൾ എന്നറിയപ്പെടുന്നവരാണ്. കച്ചേരിപ്പറമ്പിൽ കുറെ മുജാഹിദുകളല്ലാത്ത ആളുകൾ ജീവിക്കുന്നുണ്ട്, എല്ലാവരും ജീവിക്കുന്നുണ്ട്. മുസ്ലിങ്ങളായി കുറെ ആളുകളുണ്ട്, പല വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാവും. തബ്ലീഗിന്റെ ആളുകൾ ഉണ്ടാവും, സമസ്തയുടെ ആളുകൾ ഉണ്ടാകും, മുജാഹിദിന്റെ ആളുകൾ ഉണ്ടാവും, ത്വരീഖത്തിന്റെ ആളുകൾ ഉണ്ടാവും, പല മനുഷ്യരുണ്ടാവും. മുസ്ലിങ്ങളായി അല്ലാത്തവരുണ്ടാവുക. ഞാൻ ചോദിക്കുകയാണ്, മനുഷ്യരെ, ഒരു വിഷയം നമുക്കിടയിൽ തർക്കമുണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഒച്ചപ്പാടുകളൊന്നും വേണ്ട. തർക്കമുണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? ഫറുദ്ദൂഹു ഇലല്ലാഹ്, തർക്കമുള്ള വിഷയത്തെ അള്ളാഹുവിലേക്ക് മടക്കണം. അള്ളാഹ്, ഞങ്ങൾക്കിടയിൽ തർക്കമുണ്ട്, എന്താ ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് എന്നാണോ? ആണോ? അള്ളാഹുലേക്ക് പ്രാർത്ഥിക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനിൽ നിന്ന് എനിക്ക് സത്യം ബോധ്യപ്പെടുത്തി തരണേ എന്ന് റബ്ബിനോട് പറയുക. ഫറുദ്ദൂഹു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കുക. ഖുർആൻ ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു? എല്ലാ വിഷയത്തിന്റെ മുക്കുമൂലകളും ചിലപ്പോ ഖുർആൻ പറയില്ല, സൂചന മാത്രമേ ഉണ്ടാവുള്ളൂ. ഹജ്ജ് ചെയ്യണമെന്ന് ഖുർആനിലുണ്ട്, ഹജ്ജിന്റെ സർവ്വ മനാസിക്കുകളും ഖുർആനിൽ നിന്ന് കിട്ടുമോ? എല്ലാ ചെറുതും വലുതുമായത് നിസ്കരിക്കണമെന്ന് ഖുർആനിലുണ്ട്. നിസ്കാരത്തിന്റെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, സുജൂദ് പറഞ്ഞിട്ടുണ്ട്, റുക്കൂ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ റുക്കോയിൽ നിൽക്കണം, എങ്ങനെ സുജൂദിൽ പോകണം, എങ്ങനെ സുജൂദിൽ കിടക്കണം, അല്ലെ? സുജൂദിന്റെ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം എന്താണ്, എന്താ ചൊല്ലേണ്ടത്, ഇഅ്തിദാൽ എങ്ങനെയാണ്, എല്ലാം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പോ ഫസ്റ്റ് തർക്കണ്ടായ ഖുർആനിലേക്ക് മടക്കുക. എന്നിട്ട് അള്ളാഹു തന്നെ പറഞ്ഞു, ഫറുദ്ദൂഹു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങളുടെ തർക്കത്തെ മടക്കുക. റസൂൽ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കുക. എങ്ങനെ? നബിയിലേക്ക് മടക്കുക. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കുക? ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പോയി ചോദിക്കായിരുന്നു, ഞങ്ങളുടെ നാട്ടിലൊരു തർക്കമുണ്ട് നബിയെ, അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തീർപ്പ് പറയണം. ഇല്ലല്ലോ. നമ്മുടെ കൂട്ടത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്നത് പോലെ ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല. നമ്മെ പോലെ ഒരു സാധാരണ മനുഷ്യനാണോ മുഹമ്മദ് നബി? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കാണോ, ജിന്നാണോ, മനുഷ്യനാണോ? 3 ഓപ്ഷൻ തന്നു. നമ്മളെ ഇതിനകത്തിക്കിടുക. ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളോടും ഞാൻ ചോദിക്കുക, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്ക്, മനുഷ്യൻ, ജിന്ന്, എന്നെ നമ്മൾ മാർക്കിടുക മനുഷ്യനാണ്. പക്ഷെ നമ്മെ പോലെ ഒരു മനുഷ്യനാണോ? അല്ല. ഒരുപാട് പ്രത്യേകതകളുണ്ട്. വഹീ കിട്ടുന്ന അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു, അല്ലെ? നെഞ്ചിടം പിളർത്തി ചിലത് കളഞ്ഞിട്ടുണ്ട്. പടച്ചവന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ വൃത്തത്തിനുള്ളിൽ വളർന്ന മഹാവ്യക്തിത്വമാണ്. റഹ്മത്തുല്ലിൽ ആലമീനാണ്, ലോകത്തിന് തന്നെ അനുഗ്രഹമാണ്. നാളെ ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കുന്നത് മഹാനായ തങ്ങളാണ്. സ്വർഗത്തിന്റെ ഏത് വാതിലിലും മുട്ടി വിളിക്കാൻ പടച്ചവൻ അധികാരവും അവകാശവും കൊടുത്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, ഒന്നും രണ്ടുമല്ല. നാളെ തൗഹീദുള്ള ശിർക്ക് കലരാത്ത ജീവിതം നയിച്ചവർക്ക് മുത്തുനബിയുടെ ശഫാഅത്തുണ്ട്. ഓരോ പ്രവാചകന്മാരും ഒടിഞ്ഞു മാറുമ്പോ പടച്ചവന്റെ വിചാരണ കോടതിയിൽ ആളുകൾ ഇങ്ങനെ നെറ്റി കരുത്തുവരെ, നെഞ്ചിടം വരെ, താഴോട്ട് ചില ആളുകൾ മുട്ടുവരെ, ചില ആളുകൾ നെരിയാണി വരെ, അതിന് മുകളിലേക്ക് വയറുവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ വിയർപ്പിൽ മുങ്ങി ബാലൻസ് തെറ്റിക്കൊണ്ടിരിക്കുന്ന പടച്ചവന്റെ വിചാരണ കോടതിയിൽ ആളുകൾ ഇങ്ങനെ നബിമാരോട് പറയും, സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം. ഈ കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ ചൂട് സഹിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് ആളുകൾ വെപ്രാളപ്പെടുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് പല നബിമാരോടും ആളുകൾ പറഞ്ഞു നോക്കുമ്പോ അവരൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു മാറും. അവസാനം തങ്ങളായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവർ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീഴും. അള്ളാഹു മുത്തുനബിയെ വിളിക്കും. സുജൂദിൽ കിടക്കുന്ന നബിയെ വിളിക്കും. വിളിച്ചിട്ട് പറയും, തല ഉയർത്തു മുഹമ്മദേ എന്ന് അല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കൂ. വലിയ കുബറയായ ശഫാഅത്ത് അവിടെ നടക്കും. ഇങ്ങനെ എത്ര പ്രത്യേകതകൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ച് ശിർക്കില്ലാത്ത ബിദ്അത്തില്ലാത്ത ജീവിതം നയിച്ചവർക്ക് പാലിനേക്കാൾ വെളുത്ത തേനിനേക്കാൾ മാധുര്യമുള്ള ആ ഹൗലിൽ കൗസറിന്റെ വെള്ളം കോരിക്കൊടുക്കും. അവിടുത്തെ ആ മഹനീയമായ കൈകൾ കൊണ്ട് കോരിത്തരുമ്പോ അത് വാങ്ങി കുടിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവ തർക്കണ്ട് എന്നുള്ള കാര്യത്തില് നമ്മളെല്ലാവരും ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ലാതാവൂ? ഇവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിൽ കുറെ വിഷയത്തിൽ തർക്കണ്ട്. അത് നമ്മളിപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാവോ? ഇല്ല.
അത് തറക്കണ്ട് എന്നുള്ള ഉറപ്പാ. അപ്പൊ എവിടേക്ക് മടക്കണം? ഫറുദ്ദൂഹു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കണം, ഖുർആനിലേക്ക് മടക്കണം. എന്താ ഖുർആൻ? കലാമുല്ലാഹി അൽ മുനസ്സൽ അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാസിത്തത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് നിർവചനം കൊടുക്കുന്ന ഖുർആനിലേക്ക് മടക്കണം. അല്ലാഹുവിന്റെ സംസാരാണ് ഖുർആൻ. നമ്മളൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. നമ്മൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഈ കാണുന്ന ചരാചരങ്ങൾ മുഴുവനും, ഈ ലൈറ്റിന്റെ ഈ ഓരത്ത് പാറിക്കളിക്കുന്ന കൊച്ചു പ്രാണികൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. നമ്മളൊക്കെ മൂക്കും വായും മൂടിക്കെട്ടിപ്പിച്ച കൊറോണ വൈറസ് ഉണ്ടായിരുന്നല്ലോ, അത് ബാക്ടീരിയ ആകട്ടെ വൈറസ് ആകട്ടെ എന്താകട്ടെ, അതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഇവിടുത്തെ നാക്കാലികൾ, ഇവിടുത്തെ പക്ഷികൾ, പറവകൾ, ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾ, പറവകൾ, വെള്ളത്തിന്റെ ആടിയിലേക്ക് ഓളിയിട്ട് പോകുന്ന കൊടാനുകോടി ജീവജാലങ്ങൾ എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാ. മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ. പക്ഷെ അല്ലാഹ് അവൻ ആദ്യമേ ഉള്ളവനാണ്, ഇന്നുമുണ്ട് എന്നുമുണ്ട്, എല്ലാറ്റിന്റെയും മീതെയാണ്. അവന് മരണമില്ല, ക്ഷീണമില്ല, മയക്കല്ല, തളർച്ചല്ല, ഒന്നുമില്ല. പാസ്റ്റ് ഇല്ല, പ്രസന്റ് ഇല്ല, ഫ്യൂച്ചർ ഇല്ല. അങ്ങനെയുള്ള ലോകത്തിന്റെ രക്ഷിതാവായ അവന്റെ സംസാരമാണ് ഖുർആൻ. ഹദീസ് എന്താ? മൗദീഫ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫഇലിഹി വഖൗലിഹി വതഖരീരിഹി. നമ്മൾ ഇങ്ങനെ പറയാണ് ഒരു കാര്യം, നബി പറഞ്ഞു, അത് നബിയിലേക്ക് എത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സഹാബികൾ കേൾക്കണം, താബീങ്ങൾക്ക് കൈമാറണം, അടുത്ത തലമുറക്ക് കൈമാറണം. അങ്ങനെ കൈമാറി വന്നത് റിപ്പോർട്ട് ചെയ്യണം, അതിന്റെ സനദ് റെഡിയാകണം, അതിന്റെ മത്തിന് റെഡിയാകണം. അങ്ങനെ ഹദീസുകൾ കിട്ടും. അവിടുത്തെ വാക്ക്, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ സമ്മതം. അതാ പറഞ്ഞു മൗദീഫ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫഇലിഹി വഖൗലിഹി വതഖരീരിഹി. അങ്ങനെയാണ്. ആ രണ്ടും നമുക്ക് പ്രമാണാണ്. ഖുർആൻ നമുക്ക് പ്രമാണാണ്, ഹദീസുകൾ നമുക്ക് പ്രമാണമാണ്, പണ്ഡിത ലോകത്തിന്റെ ഇജ്മാ നമുക്ക് പ്രമാണമാണ്, ഖിയാസ് നമുക്ക് പ്രമാണമാണ്. ഇവിടേക്ക് മടക്കണം. ഫറുദ്ദൂഹു ഇലല്ലാഹ് വറസൂൽ. ആദ്യം അനുസരിക്കാൻ പറഞ്ഞതോ അള്ളാഹിനെ അനുസരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. തർക്കണ്ടായാലോ നിങ്ങളെ ഉസ്താദ് എന്താ പറഞ്ഞത് നോക്കാനല്ല പറഞ്ഞത്, മുജാഹിദിന്റെ മൗലവി എന്തു പറഞ്ഞു നോക്കാനല്ല പറഞ്ഞത്, ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി എന്ത് പറഞ്ഞു നോക്കാനല്ല പറഞ്ഞത്. മുസ്ലിങ്ങളെ, നമ്മളോട് തർക്കമുണ്ടായാൽ നമുക്ക് അല്ലാഹ് ബുദ്ധി തന്നിട്ടില്ലേ? പഠിക്കണം. ഉസ്താദമാര്, മൗലവിമാര്, പണ്ഡിതന്മാര് എന്ന് പറഞ്ഞാൽ അവര് മനുഷ്യരല്ലേ, അവര് പഠിച്ചതല്ലേ. അല്ലാഹ് നമുക്ക് ബുദ്ധി തന്നിട്ടില്ലേ? ഇനി ഒരാൾക്ക് ബുദ്ധി കൊടുത്തിട്ടില്ല എന്നാ പ്രശ്നമില്ല. ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് പരലോകത്തത് ബാധിക്കുന്ന പ്രശ്നമല്ല. അപ്പൊ ചിന്താശക്തിയുള്ള മനുഷ്യരെ നമ്മൾ പഠിക്കണം. ഖുർആനില് അഫല യതദബ്ബറൂൻ അഫല തഅഖിലൂൻ, ഒരു സ്ഥലത്തല്ല, 10 അല്ല, 100 അല്ല, എത്ര സ്ഥലത്താ ഖുർആൻ ആവർത്തിച്ചത്? മനുഷ്യരോട് ചിന്തിക്കാൻ പറയാണ് ഖുർആൻ, ആലോചിക്കാൻ പറയാണ് ഖുർആൻ. ആകാശത്തെ കുറിച്ച് പറഞ്ഞാൽ, ഭൂമിയെ കുറിച്ച് പറഞ്ഞാൽ, ഒട്ടകത്തെ കുറിച്ച് പറഞ്ഞാൽ, തനിച്ചയെ കുറിച്ച് പറഞ്ഞാൽ, ആ ഖുർആൻ പറഞ്ഞ ഒരുപാട് ചിന്തനീയമായ കാര്യങ്ങളുടെ അവസാനത്തിൽ അല്ല പറയാ, ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ? എന്തിനാ മനുഷ്യരോട് ഇങ്ങനെ പറയുന്നത്? മനുഷ്യരെ നമ്മൾ ചിന്തിക്കാനാണ്, നമ്മൾ ആലോചിക്കാനാണ്. അപ്പൊ തർക്കണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് എന്നിട്ട് ഈ ആയത്ത് അല്ലാഹ് അവസാനിപ്പിക്കണം എങ്ങനെ അറിയോ? നിങ്ങൾ അള്ളാഹുലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഖുർആനിൽ ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയാ, ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈർ. നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കതാണ് നല്ലത്. ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് ഞാൻ പറയാ, ഒരു വിഷയമൊക്കെ കേൾക്കുമ്പോ മനുഷ്യർക്ക് കേൾക്കാലോ, ആരും ആരെയും ചീത്തയും വടക്കൊന്നും പറയണ്ട, കേൾക്കുക, എന്നിട്ട് ഹക്ക് പഠിക്കുക. ഈ കടയിൽ പോയിട്ട് നമ്മളൊരു സോപ്പ് വാങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ, ആ ഒരു സോപ്പിന്റെ പേര് നമ്മൾ പറയില്ലേ? അപൂർവ ആൾക്കാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്നോന്ന് പറയുന്നവരുണ്ടാവും. അധിക ആളുകളും ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലൊരു സോപ്പിന്റെ പേര് പറയും, നല്ലൊരു പേസ്റ്റ് പറയും, നല്ല തുണി പിടിച്ചു നോക്കും, കോട്ടൺ ആണോ നൂല് പൊട്ടിച്ചു നോക്കും, ചേരുന്നുണ്ടോ വെച്ച് നോക്കും. എന്തിനാണിത്? ഒരു 50 രൂപന്റെ സോപ്പ് വാങ്ങുമ്പോ സെലക്ഷൻ നടത്തുന്ന മനുഷ്യരെ, ഒരു 500ന്റെ 1000ന്റെ ഷർട്ട് വാങ്ങുമ്പോ അത് വെച്ച് നോക്കി, ഇട്ട് നോക്കി, എല്ലാം ചെയ്തു നോക്കുന്ന മനുഷ്യരെ, നമ്മുടെ മരണാനന്തരമുള്ള ലോകത്തെ ഇന്നതാണ് വിജയം, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇത് അധർമ്മമാണ്, ഇത് ധർമ്മമാണ്, ഇത് നീതിയാണ്, ഇത് അനീതിയാണ്, ഇത് സത്യമാണ്, ഇത് അസത്യമാണ്, ഇത് ഇരുട്ടാണ്, ഇത് വെളിച്ചമാണ് എന്ന് പറയുമ്പോ അത് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നൊരു മനുഷ്യൻ തീരുമാനിച്ചാൽ എത്രമാത്രം അപകടമാണ് ചിന്ത, എത്രമാത്രം അപകടം പിടിച്ചതാണ് ചിന്ത. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പരിശോധിക്കാം, കേൾക്കാം, എന്നിട്ട് അന്വേഷിക്കാം, പഠിക്കാം. ഹക്കാണോ സ്വീകരിക്കുക, വേണ്ടേ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് എല്ലാവർക്കും കേൾക്കാനും പറയാനൊക്കെ അധികാരമുള്ള, അതാണല്ലോ ഈ രാജ്യത്തിന്റെ പ്രത്യേകത. ലോകത്ത് തന്നെ
ഏറ്റവും എഴുതിയുണ്ടാക്കിയ നീളമുള്ള ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണ. അത്ര നീളമുള്ള ഒരു ഭരണഘടന ലോകത്തന്നില്ല, 1-ാം സ്ഥാനത്താണ്. അതിൽ കൃത്യമായി പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരം, അനുഷ്ഠാനം, വിശ്വാസം ആചരിക്കാൻ, അനുഷ്ഠിക്കാൻ, പറയാൻ, പ്രചരിപ്പിക്കാൻ വ്യക്തിപരമായി സ്വാതന്ത്ര്യമുള്ള ഒരു ഭരണഘടന. സുബ്ഹാനല്ലാഹ്, ചെറുതൊന്നുമില്ല, ചെറിയ കാര്യമൊന്നുമില്ല. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് ഒരു കയ്യിൽ ഖുർആനും ഒരു കയ്യിൽ ഭരണഘടനയും പിടിച്ചിട്ട് പറഞ്ഞു, ആ ചർച്ച വരാനുള്ള കാരണത്തിലേക്ക് ഞാൻ കിടക്കണില്ല, ഇതാ എന്റെ കയ്യിൽ ഖുർആനാണ്, ഒരു കയ്യിൽ ഇന്ത്യയുടെ ഭരണഘടനയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞു അറിയോ? ഈ ഭരണഘടന ഈ ഖുർആൻ അനുസരിച്ച് എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നു, ഒരു മുസ്ലിമായി ജീവിക്കാൻ ഈ ഭരണഘടനക്ക് ഒരു തടസ്സമില്ല, ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ എന്നെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു ഇന്ത്യയുടെ പാർലമെന്റിൽ. ഉണ്ടായിട്ടില്ലേ? ഞാൻ പറയാം, അത്ര മനോഹരമായ രാജ്യമാണ് നമ്മുടെ രാജ്യം. അതിനെ കേടുവരുത്താനും പ്രശ്നം ഉണ്ടാക്കാനൊക്കെ നോക്കുന്ന ആളുകൾ ഉണ്ടാവാം. ആ ഇത്തിക്കണ്ണികളെ പറിച്ചു മാറ്റാനും ഒറ്റപ്പെടുത്താനും ലോകത്തിലെ രാജ്യത്തിലെ നല്ല രാജ്യസ്നേഹികളായ ജനാധിപത്യ ബോധമുള്ള മതേതരത്വ ബോധമുള്ള മനുഷ്യർ ഒറ്റക്കെട്ടായി നിൽക്കണം. അത് സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്, ഒറ്റക്കെട്ടായി നിൽക്കണം. ഇവിടെ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായി ജീവിക്കാൻ, ഹൈന്ദവർക്ക് ഹൈന്ദവരായി ജീവിക്കാൻ, ക്രൈസ്തവർക്ക് ക്രൈസ്തവരായി ജീവിക്കാൻ, മതം വേണ്ട എന്ന് പറയുന്നവർക്ക് അങ്ങനെ ജീവിക്കാൻ ഒക്കെ സ്വാതന്ത്ര്യമുള്ള നാടാണ്. നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഈ രാജ്യത്ത് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ ഒരു മുസ്ലിമിന്റെ നിലപാട് എന്താകണം? ഞാൻ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്നതാണോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണോ? എനിക്ക് ദീനിൽ ഒരു കാര്യം പുതുതായി ഉണ്ടാക്കാൻ അധികാരമുണ്ടോ? ഇല്ല. തുമ്മി ഒരു സഹാബിയുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാൾ തുമ്മി, ഒരു ഉദാഹരണം പറയാം, ചെറിയ കാര്യം പറയാ. ഒരാൾ അങ്ങ് തുമ്മിയാൽ നമ്മൾ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ എന്ന് പറയണം. കേട്ടോളൂ, നിങ്ങൾ പഠിച്ചോളൂ, അന്വേഷിച്ചോളൂ. ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. ഒരു സഹാബിയുടെ മുമ്പിൽ വെച്ച് ഒരാൾ തുമ്മി, അയാൾ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ എന്നതിന്റെ കൂടെ എന്തും കൂടി ചൊല്ലി? നബിയുടെ മേലൊരു സ്വലാത്തും കൂടി ചൊല്ലി. അപ്പൊ സഹാബി അയാളെ കൈക്ക് പിടിച്ചു, എന്നിട്ട് ചോദിച്ചു, അല്ല, തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് ഞങ്ങൾ നബിയിൽ നിന്ന് പഠിച്ചതാ, സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചതാ, പക്ഷെ അതിന്റെ കൂടെ ഒരു സ്വലാത്തും കൂടി ചെല്ലാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കറിയില്ല, ഞാന് ഒരു നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ച് ചെയ്ത. എന്നാ വേണ്ട, സ്വലാത്ത് എപ്പോഴും ചെല്ല, പക്ഷെ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്നതിന്റെ കൂടെ ചൊല്ലണമെങ്കിൽ അതിന് അള്ളാന്റെ റസൂല് പഠിപ്പിക്കണം. ഞങ്ങൾ നബിയെ കണ്ടവരാ, നബിയുടെ കൂടെ ജീവിച്ചവരാ, ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് തിരുത്തി കൊടുത്ത സംഭവം ഇല്ലേ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ? അത് ചെറിയ കാര്യമല്ലേ, ഒരു നിസ്സാരമായ. ഇനി വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, മദീനത്തെ പള്ളിയിൽ ഒരു യാത്രാ സംഘം വന്ന് കയറി. നിങ്ങൾ അന്വേഷിച്ചു നോക്കിക്കോ, പഠിച്ചോളൂ പ്രിയപ്പെട്ടവരെ. ഒരു യാത്രാ സംഘം വന്ന് കയറി. എവിടെ? മുത്തുനബിയുടെ പള്ളിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുനിന്ന് വഫാത്തായി കഴിഞ്ഞിട്ടാണ്, കുറെ കാലൊന്നും ആയിട്ടില്ല. ആ പള്ളിയിൽ ഒരു യാത്രാ സംഘം വന്ന് കയറി. അവർ ഇസ്ലാമിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടും പഠിച്ചൊക്കെ വരുന്ന ടീമാണ്. വന്ന് കയറിയിട്ട് അവര് 4 ടീമായി മുത്തുനബിയുടെ പള്ളിയുടെ മദീന പള്ളിയിൽ 4 മൂലയിൽ 4 സ്ഥലത്തിരുന്നു. അവർ റൗണ്ടായിട്ടിരുന്നു. ഇരുന്നിട്ട് ഒരു ടീമിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു, കബ്ബിറു മിഅ, 3, 4, 5, 10 യാത്രാ സംഘങ്ങൾക്ക് ഒരു ലീഡർ ഉണ്ടാവണം എന്ന് പറഞ്ഞില്ലേ ദീന്. അങ്ങനെ അവര് ലീഡർ, ഒരു അമീർ ഉണ്ട് അവരുടെ ഓരോ സംഘത്തിനും. ആ സംഘത്തിന്റെ ഒരു ടീം പറഞ്ഞു, കബ്ബിറു മിഅ, ഒരു 100 വട്ടം എല്ലാവരും അല്ലാഹു അക്ബർ ചൊല്ലി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പള്ളിയിൽ നിന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ചൊല്ലാൻ തുടങ്ങി. അടുത്ത ഒരു സംഘം 4 ടീം ഉണ്ടല്ലോ, ഒരു ടീം പറഞ്ഞു ഹമ്മീദു മിഅ, അൽഹംദുലില്ലാ എന്ന് 100 വട്ടം ചൊല്ലിക്കോളിയായിരുന്നു. മറ്റേ ടീം പറഞ്ഞു സബ്ബിഹു മിഅ, 100 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലി. ഹല്ലിലു മിഅ, മറ്റേ ടീം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം ചൊല്ലി. അപ്പൊ സഹാബികൾ ആരും പള്ളിയിലില്ല. അങ്ങനെ ആദ്യം പള്ളിക്ക് വരുന്ന സഹാബി ഇങ്ങനെ കയറി വന്നപ്പോ പള്ളിയിൽ ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്നിട്ട് ആളുകൾ ഇങ്ങനെ, ഒരു ടീം അല്ലാഹു അക്ബർ, ഒരു ടീം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ടീം സുബ്ഹാനല്ലാഹ്, ഒരു ടീം അൽഹംദുലില്ലാ എന്ന് ചൊല്ലിയ. നല്ല ദിക്റാണ്. എത്ര ഇതിലും നല്ലൊരു ദിക്റിന് എന്താ കിട്ടാനുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ് അഫ്ളലായ ദിക്റ്. ദിക്റുകളുടെ കൂട്ടത്തിലെ നേതാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ അതാണ്. ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെ ബേസ് അതാണ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല.
അള്ളാഹുവേ, നമസ്കാരത്തിൽ 5 നേരത്തെ ഫർളായ നമസ്കാരത്തിൽ മാത്രം 17 തവണ ഞങ്ങൾ കൈകെട്ടി നിന്നോട് പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതെട്ടം നടത്തുകയുള്ളൂ. ഇതിലും വലിയൊരു ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹേക്കാൾ വലിയ ദിക്റല്ല. ഈ പള്ളിയിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സഹാബി വന്നു, ചെറുപ്പക്കാരനായ സഹാബിയാ. സഹാബി കുറച്ചും കൂടി പ്രായമുള്ള മുതിർന്ന സഹാബിന്റെ വീട്ടിൽ കൂടി. ഇത് കണ്ടപ്പോ ഓടി ചെന്നിട്ട് ആ സഹാബിനെ കൂട്ടിക്കൊടുന്നു. എന്നിട്ട് പറഞ്ഞു, പള്ളിയിൽ എന്തോ ഒരു പരിപാടി നടക്കണുണ്ട്. നേരെ സഹാബികൾ വന്നു, അവരോട് പറഞ്ഞു എണീക്കുന്നു, പള്ളിയിൽ നിന്ന് എണീക്കാൻ പറഞ്ഞു. അവരിങ്ങനെ എണ്ണം തെറ്റാതിരിക്കാൻ ചരക്കല്ല് വെച്ചിട്ടാണ് ഈ ദിക്ർ ചെല്ലണത്. ആ ചരക്കല്ലൊക്കെ സഹാബികൾ വാരി പുറത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി പള്ളിയിൽ നിന്ന്. എന്നിട്ട് ആ സഹാബികൾ അവരോട് പറഞ്ഞെന്താ അറിയോ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച കുപ്പായം ഉണ്ട് ഇവിടെ, വഫാത്തായിട്ട് കുറെ കാലം ആയിട്ടില്ല, മുത്തുനബിയുടെ കുപ്പായം ഇവിടെയുണ്ട്, അത് നുരുമ്പിപ്പോയിട്ടില്ലടോ, അപ്പോഴേക്ക് നിങ്ങൾ നബി പഠിപ്പിക്കാത്തത് കൊണ്ടുവരികയാണോ? അള്ളാന്റെ റസൂല് കുത്തിപ്പിടിച്ച വടിയുണ്ട് ഇവിടെ, പൊട്ടിപ്പോയിട്ടില്ല, അപ്പോഴേക്ക് നിങ്ങൾ ദീനിൽ പുതുതായി കൊണ്ടുവരികയാണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഉപയോഗിച്ച പാത്രമുണ്ട് ഇവിടെ, ഉടഞ്ഞു പോയിട്ടില്ല, അപ്പോഴേക്ക് നിങ്ങൾ ദീനിൽ പുതുതായി കൊണ്ടുവരികയാണോ? എന്താ അപ്പൊ അവർ കൊണ്ടുവന്നത് പുതുതായിട്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പുതിയതാണോ? സുബ്ഹാനല്ലാഹ് പുതിയതാണോ? അല്ലാഹു അക്ബർ പുതിയതാണോ? ആണോ? പക്ഷെ അതിനൊരു രൂപവും ഒരു പ്രത്യേക രീതിയൊക്കെ ഉണ്ടാക്കി പള്ളിയിൽ ഇരുന്ന് ചൊല്ലിയപ്പോ സഹാബികൾ പറഞ്ഞു, ഇങ്ങനെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ഇനി ഇത് അടുത്ത തലമുറ എന്താ വിചാരിക്കുക, ഇത് നമ്മൾ ചെയ്യല് നിർബന്ധം വിചാരിച്ച് അത് ദീനിന്റെ ഒരു ഭാഗമായി മാറും. നമുക്ക് എപ്പോഴും ദിക്റല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര ദിക്റാ, കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. രാവിലെ 100, വൈകുന്നേരം 100, ഇഷ്ടം പോലെ ചൊല്ലാനുണ്ട്. അതൊക്കെ ചൊല്ലണം. മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം, അതിലൊന്നും തർക്കമില്ല. പക്ഷെ നമ്മളൊരു പുതിയ രൂപം ഉണ്ടാക്കുമ്പോ അത് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബത്ത് അന്ന് മുത്തുനബിയുടെ കുപ്പായം ദ്രവിച്ചു പോയിട്ടില്ല, പാത്രം ഉടഞ്ഞു പോയിട്ടില്ല, വടി പൊട്ടിപ്പോയിട്ടില്ല. അന്ന് സഹാബികൾ എതിർത്തു. ഇങ്ങനെ സംഭവം ഉണ്ടോ ഇല്ലേ? നിങ്ങൾ വളരെ സമാധാനത്തോടു കൂടി ഒന്ന് അന്വേഷിച്ചു നോക്കി. ഇങ്ങനെ ഒരു വയലിൽ കേട്ടു, പ്രസംഗത്തിൽ കേട്ടു ഇങ്ങനെ ഒരു സംഭവം, അത് ഉള്ളതാണോ? അന്വേഷിച്ചു നോക്കി, ഉണ്ടോ ഇല്ലേന്ന് അറിയാലോ. ഇങ്ങനെ കിതാബിൽ വന്നിട്ടുണ്ടോ? ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ടോ? സമ്മതിച്ചു കൊടുത്തില്ല സഹാബികള്. അപ്പൊ നമുക്ക് ദീനിൽ ഒന്നും കൂട്ടാൻ അവകാശമില്ല. ഉള്ളത് ഇഷ്ടം പോലെ ചെയ്യാണ്ട് കൂട്ടരെ മനുഷ്യരെ. 5 നേരത്തെ നിസ്കാരം, സുന്നത്ത് നമസ്കാരം, റവാത്തിബ്, സുന്നത്ത് നോമ്പുകള്, എല്ലാ തിങ്കളാഴ്ചയും നോമ്പ്, എല്ലാ വ്യാഴാഴ്ചയും നോമ്പ്, 13, 14, 15 അറബി മാസത്തിലെ നോമ്പ്, മുഹറത്തിലെ പ്രത്യേകം നോമ്പ്, എത്ര സുന്നത്തുകളാ. കൂട്ടി നോക്കിയാൽ ഒരു വർഷത്തിന്റെ പകുതി നോമ്പാണ്. ഉള്ളത് കൂട്ടി നോക്കിയാൽ ഒരു വർഷത്തിന്റെ പകുതിയോളം നോമ്പാണ്. മാസത്തിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അങ്ങനെ 4 ആഴ്ച ഉണ്ടെങ്കിൽ 8 നോമ്പ് അവിടെ ആയില്ലേ? 30 8 പോയില്ലേ? ബാക്കി 22 അല്ലേ? പിന്നെ അറബി മാസം 13, 14, 15, ചിലപ്പോ വ്യാഴം കയറി വരും, ചിലപ്പോ തിങ്കൾ കയറി വരും, ഇല്ലെങ്കിൽ അത് വേറെ 3 നോമ്പില്ലേ? അപ്പൊ 8, 3, 11 ആയില്ലേ? 30 ഈ 11 പോയാൽ 19 അല്ലേ ഉള്ളൂ. പിന്നെ സ്പെഷ്യലായിട്ടുള്ള ചില മാസങ്ങളിൽ നോമ്പുകൾ സുന്നത്തായി പഠിപ്പിച്ചിട്ടില്ലേ? അങ്ങനെ എല്ലാം കണക്ക് കൂട്ടി വരുമ്പോ ഒരു വർഷത്തിന്റെ പകുതിയോളം നോമ്പാണ്. അപ്പൊ നമുക്ക് അത് ചെയ്യാനുണ്ട് ഇഷ്ടം പോലെ. കിടക്കുമ്പോ ദിക്റ്, എണീക്കുമ്പോ ദിക്റ്, ഉറക്കത്തിന്ന് എട്ടി ഉണർന്നാൽ 2 മണിക്ക്, 1 മണിക്ക്, 3 മണിക്ക്, 4 മണിക്ക് എപ്പോഴാ ഉണർന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. അപ്പൊ ചൊല്ലണം ദിക്റ്. ഇങ്ങനെ ഒരു മതം ലോകത്തുണ്ടോ? ടോയ്ലറ്റിലേക്ക് കിടക്കുമ്പോ ഇടത്തെ കാല് വെച്ചിട്ട് അള്ളാഹിനോട് പറയാ, അല്ലാഹുവേ പിശാചുക്കളുടെ ശർറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ആൺ പിശാചിൽ നിന്നും പെൺ പിശാചിൽ നിന്നും സർവ്വ പിശാചുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാൻ പ്രാർത്ഥിച്ച് കേറാൻ പറഞ്ഞ ഒരു മതം. ഈ കച്ചേരി പറമ്പിൽ മുസ്ലിങ്ങളല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്ക്, അങ്ങനെ ഒരു മതം ഉണ്ട് ലോകത്ത്. ഒരു ടോയ്ലറ്റിക്ക് കിടക്കുമ്പോ പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞ ഒരു മതം. ടോയ്ലറ്റ് പിശാചുക്കൾക്ക് ഇഷ്ടമുള്ള സ്ഥലമാണേ. സ്കൂളിലൊക്കെ പോയി നോക്ക്, പബ്ലിക് ടോയ്ലറ്റ് പോയി നോക്ക്, ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച പബ്ലിക് ടോയ്ലറ്റുകൾ പോയി നോക്ക്, പൈസ കൊടുത്തിട്ട് കയറുന്ന ടോയ്ലറ്റ് പോയി നോക്ക്. അവിടെ കയറും വൃത്തികേട് ആക്കരുത് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ക്ലോസറ്റിൽ നിന്നിട്ട് ആലോചിക്കുക, അതിൽ ഏത് അക്ഷരം കളഞ്ഞാൽ ആ വൃത്തികേട് ആവുകയെന്ന്. എന്നിട്ട് ചുരണ്ടിക്കളയാണ്. അതാ ശൈത്താൻ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. മനസ്സിലായില്ലേ? അവിടെ വെച്ചിട്ടാ പല ദുശ്ചിന്തകളും കടന്നു തരിക. അവിടെയാണ് രാമൻ പ്ലസ് പിന്നെ ഓമനാന്നും ഫാത്തിമ പ്ലസ് മുഹമ്മദ് എന്നും ജെസി പ്ലസ് ജോർജ് എന്നൊക്കെ വരല്. ഞാൻ അതിൽ വർഗീയത വേണ്ട, എല്ലാവരും ഉണ്ടായിക്കോട്ടെ അല്ലേ? അതിന്റെ ഉള്ളിലാണ് എഴുതിയൊക്കെ. എന്താ കാരണം? അത് പിശാചിന് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ നമ്മുടെ വേസ്റ്റ് കളയാനാ പോണത്. അത് കളഞ്ഞ് വൃത്തിയാക്കി വേഗം തിരിച്ചു പോന്നോളണം. അവിടെ അവന് ആവശ്യമില്ലാത്ത ചിന്തയായിട്ട് ഇരിക്കാൻ പാടില്ല.
അപ്പൊ അവിടേക്ക് കയറുമ്പോ ഇടത്തേക്കാല് വെച്ചിട്ട് കയറാൻ പറഞ്ഞ ഒരു മതം, ഒരു പ്രത്യയശാസ്ത്ര ലോകത്ത് വേറെ എവിടെ ഉണ്ട്? തിരിച്ചു വരുമ്പോ വലത്തേക്കാലിനെ മുന്തിച്ച് ഏറ്റവും ചുരുങ്ങിയ ഗുഫ്രാനക്, അള്ളഹാനോട് നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്, ക്ലീൻ ചെയ്തിട്ടുണ്ട്, മാക്സിമം സൂക്ഷിച്ചിട്ടുണ്ട്, എന്നാലും വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോനെ പുറത്തിരണേ എന്ന് പറഞ്ഞ് ഇറങ്ങി. ഒരു മുസ്ലിമിന് എവിടെയാണ് ദിക്റും പ്രാർത്ഥനയും ഇല്ലാത്തത്? എല്ലാം അള്ളാഹുവിനോടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധാപൂർവം ഒന്ന് കേൾക്കണം, ശ്രദ്ധിച്ചു കേട്ട് തീരുമാനമെടുക്കണം. ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു നമുക്ക് അനുഗ്രഹമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനത്തെ ദൂതനായി തന്നു. ഇനി ഒരു നബി വരാനില്ല, റസൂല് വരാനില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും ഖർനി, എന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ട്. തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും, പിന്നെ തൊട്ടടുത്ത നൂറ്റാണ്ട്, പിന്നെ തൊട്ടടുത്ത നൂറ്റാണ്ട്. ഈ 3 നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളെ, കച്ചേരിപ്പറമ്പിലെ ജേട്ടാനികന്മാരെ, കാരണവന്മാരെ, മാതാപിതാക്കളെ, ഈ 3 നൂറ്റാണ്ടിൽ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളൊക്കെ ആ 3 നൂറ്റാണ്ടിൽ ഉള്ളതാണോ? നിങ്ങൾ അന്വേഷിച്ചോളൂ, പഠിച്ചോളൂ. എന്നിട്ട് ഇല്ല എന്നാണ് തോന്നണമെങ്കിൽ മാറ്റണം. ക്രിസ്ത്യാനികൾ 71 72 ആകും, യഹൂദികൾ 71 72 ആകും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസതഫ്തരികു ഉമ്മതി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. ആര്? ക്രിസ്ത്യാനികളും യഹൂദികളും 71 72 ആകും. എന്റെ ഉമ്മത്ത് വസതഫ്തരികു ഉമ്മതി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 ടീമായി പിരിയും. എന്നിട്ട് എന്താ പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചോ? കുല്ലുഹും ഫിന്നാർ. വേറെ റിപ്പോർട്ടിൽ പറയാണ് കുല്ലുഹും ഫിന്നാർ. അങ്ങനെ പിരിഞ്ഞു പോകുന്ന ടീമുകളൊക്കെ നരകത്തിലേക്കുള്ളവരാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു ടീം ഒഴികെ. ആ ടീം ആരാ? പേര് പറഞ്ഞോ? ഏതെങ്കിലും ഒരു ടീമിന്റെ പേര്? കേരളത്തിൽ കുറെ സംഘടന ഉണ്ട്, ഒരു സംഘടനന്റെ പേര് പറഞ്ഞോ? ലോകത്തെ ഏതെങ്കിലും അന്നുള്ള ഒരു സംഘടനന്റെ പേരാ പറഞ്ഞ്? അല്ല, ഒരു നിലപാടാണ് പറഞ്ഞത്. ഇന്ന ടീം സ്വർഗത്തിക്ക്, ഇന്ന ടീം നരക, അതൊന്നും പറയാൻ നമുക്ക് അധികാരമില്ല. ഒരാള് സ്വർഗത്തിലാണ്, ഒരാള് നരകത്തിലാന്ന് പറയാൻ നമുക്ക് അധികാരമുണ്ടോ? ഇല്ല. ഒരു നിലപാടാണ് പറഞ്ഞത്. ഒരു എന്താ നിലപാട്? ഉടനെ സഹാബത്ത് ചോദിച്ചു, നബിയെ 73 ടീമായി പിരിയുമെന്ന് നിങ്ങൾ പറഞ്ഞു, അവരൊക്കെ നരകത്തിലേക്കുള്ളവരാണ്, ഇല്ല മില്ലത്തൻ വാഹീദ, ഒരു ടീം ഒഴികെ നിങ്ങൾ പറഞ്ഞു. ഉടനെ സഹാബത്ത് ചോദിച്ചു, വമൻ ഹിയ യാ റസൂലല്ലാ, സ്വർഗത്തിലേക്ക് പോകുന്ന ടീം ആരാണ് നബിയേ? എന്താ ഉത്തരം പറഞ്ഞത്? ഇന്ന ടീം, ഇന്ന സംഘടന എന്നൊന്നല്ല പറഞ്ഞത്. പിന്നെ മാന അലൈഹി അൽ യൗം വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്നേ ദിവസം വരെ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്തു കാണിച്ചു തന്നോ, പറഞ്ഞു തന്നോ, കാണിച്ചു തന്നോ, എന്ത് നിലപാട് സ്വീകരിച്ചോ അവിടെ നിലകൊള്ളുന്നവർ. ഇനി ഓരോ മുസ്ലിമും അവനവന്റെ പരലോകത്തിന് വേണ്ടി പരിശോധിക്കുക, നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുക, ഞാൻ ആദ്യത്തെ നൂറ്റാണ്ടിൽ, മുത്തുനബിയുടെ ആദ്യത്തെ നൂറ്റാണ്ടില്, അടുത്ത നൂറ്റാണ്ടിൽ, ആ 300 കൊല്ലത്തിനുള്ളിൽ ദീനിലുണ്ടായ കാര്യങ്ങളാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, അതിനുശേഷം ആരൊക്കെയോ ഉണ്ടാക്കി കൊണ്ടുവന്നതാണോ ഞാൻ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം, നിസ്കാരം അമേരിക്ക പോയാലില്ലേ, അന്നേ ഉള്ളതാണ്. ഇനി മാറ്റാൻ പറ്റുമോ? 5 6 പറ്റുമോ? 4 പറ്റുമോ? ഞാൻ എത്രയോ ദൂരത്തുനിന്ന് വന്നതാണ് സുബൈക്ക്, മുതലാവൂല 2 റക്അത്ത് നിസ്കരിച്ച ഞാൻ സുബൈ 4 നിസ്കരിക്കണ പറയാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? സുബൈ 2 ഇനി ലോകത്ത് എവിടെ പോയാലും, ളുഹർ 4 ലോകത്ത് എവിടെ പോയാലും. യാത്രയിൽ 2 ഇങ്ങോട്ട് തഖ്ദീം ജമ്മു തഖ്ദീമാക്കാം, അങ്ങോട്ട് കൊണ്ടുപോവാം ജമ്മു തഖീറാക്കാം. അസറിന്റെ സമയത്ത് ആ അസർ 2 ളുഹർ 2 ചുരുക്കി നിസ്കരിക്കാം. മഗ്രിബ് എവിടെ പോയാലും, യാത്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും 3. ഇശായിനെ ഇങ്ങോട്ട് കൊണ്ടോ അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ 2 യാത്രയിൽ. ഇത് ലോകത്ത് ഒരേ നിയമല്ലേ? എല്ലാവർക്കും ഒരേ നിയമം. ഹജ്ജിന് ലോകത്തുനിന്ന് പല ഭാഗത്തുനിന്ന് ഒരു ലക്ഷക്കണക്കിന് ആളുകൾ, എല്ലാവർക്കും ഒരേ രൂപല്ലേ ഹജ്ജിന്? എന്താ കാരണം? അങ്ങനെ പഠിപ്പിച്ചത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിൽ മാറ്റല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ എങ്ങനെ ചെറിയ ചെറിയ ആചാരങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നത്? എങ്ങനെയാണ് ഈ മാറി മാറി വരുന്നത്? ദീനിൽ അന്ന് എന്തുണ്ടോ അത് ഇന്നും ദീനാണ്. 1400 വർഷം മുമ്പ് മുത്തുനബി ദീനായി എന്ത് പഠിപ്പിച്ചോ അത് ഇന്നും ദീനാണ്, അന്നും ദീനാണ്, ഇനി ലോകം അവസാനിക്കുന്നവരെ ദീനാണ്. അന്ന് ദീനല്ലാത്തത് എന്തോ അത് ഇന്നും ദീനല്ല, ലോകം അവസാനിക്കുന്നവരെ ദീനല്ല. അന്ന് ഈ മൈക്കുണ്ടോ? ഇല്ല. നീ മൈക്ക് പ്രസംഗിക്കല് പ്രത്യേക സുന്നത്താന്ന് ഞാൻ വാദിച്ചാലോ അത് ശരിയല്ല. ഇതെല്ലാരും കേൾക്കാൻ വേണ്ടി മൈക്ക് വെച്ച. ഇവിടെ 4 ആളുള്ളെങ്കിൽ മൈക്കിന്റെ ആവശ്യമില്ല. ഇവിടെ ആകെ 4 ആളുള്ളൂ, പിന്നെ എന്തിനാ മൈക്കിന്റെ ആവശ്യം? എല്ലാരും കേൾക്കണം, അങ്ങാടിത്തോല് കേൾക്കണം, ഇവിടെ ഇരിക്കണോല് കേൾക്കണം. അപ്പൊ ഇതൊരു പുതിയ സംവിധാനമാണ്. ഈ സംവിധാനത്തിലൂടെ പറയുന്ന കാര്യം ദീനിലുള്ളതാണോ അല്ലേ? അതാ പരിശോധിക്കേണ്ടത്. ദീനിലുള്ളതാണോ അല്ലേ?
അപ്പോ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്, അങ്ങനെ പിരിഞ്ഞു പോകുന്ന ടീം നരകത്തിലേക്കുള്ളവരാണ്. ആ ടീമിന്റെ നിലപാട്, സ്വർഗത്തിലേക്ക് പോകുന്ന ടീമിന്റെ നിലപാട് എന്താണ്? ഞാനും എന്റെ സഹാബത്തും എങ്ങനെ ജീവിച്ചു കാണിച്ചു തന്നോ അങ്ങനെ ജീവിക്കുന്നവർക്കാണ് എന്ത്? സ്വർഗമുള്ളത്. ഇനി പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളിട്ടോ, ഖുറാനിലെ തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്ത്, 1-2 ആയത്ത് ഞാൻ പറഞ്ഞല്ലോ, 9:30 നമ്മൾ അവസാനിപ്പിക്കുന്നു. ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന അള്ളാഹുവിനുള്ളതാണ്. പ്രാർത്ഥന അതൊരു തർക്കമുള്ള വിഷയമാണ്. പ്രാർത്ഥനയാണോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിശദീകരിച്ചു പോകാനുള്ള സമയമില്ല. പക്ഷേ ഈ ഖബറിന്റെ മുമ്പിലൊക്കെ ചെന്ന് ആളുകൾ പറയാണ്, ഈ ഖബറത്തെ ആളോട്, ഉപ്പാപ്പ കുറെ ദൂരത്തുനിന്ന് വന്നതാട്ടോ, ഞങ്ങള് ഒരു കൊച്ചു ടീമാണ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളത്, ഇനിയും കുറെ ആളുകൾ വരാനുണ്ട്, ഇപ്പൊ ഞങ്ങൾ തൽക്കാലം പോവാണ്, ഞങ്ങള് ഖബറിൽ എത്തുമ്പോ ഞങ്ങളെ ഖബറിൽ സുഖം കിട്ടാൻ നിങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ വാപ്പാരും ഉമ്മാരും മരിച്ചു പോയിട്ടുണ്ട്, അവരുടെ പരലോകത്ത് അവർക്ക് രക്ഷ കിട്ടാൻ നിങ്ങൾ സഹായിക്കണം. ഇത് ഈ ഖബറിൽ കിടക്കുന്ന ആളോട് പറയുന്നത് ശരിയോ തെറ്റോ? നിങ്ങൾ ചിന്തിക്ക്. ആ ഖബറാളിയോട് നമ്മൾ സങ്കടം പറയുന്നു, ദുഃഖം പറയുന്നു, വിഷമം പറയുന്നു. പിന്നെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രം പറയാനുള്ളത് എന്താണ് ലോകത്തുള്ളത്? പ്രാർത്ഥനയായി എന്തുണ്ടോ എല്ലാം അള്ളാഹുവിനോട് മാത്രമാണ്. ഖുർആൻ പറയാ, ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന അവനുള്ളതാണ്. വല്ലദീന യദ്ഉന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മഹ് ലിയബ്ലുഗ ഫഹ് വമാ ഹുവ ബിബാലിഗിഹി. എത്ര മനോഹരായിട്ടാണ് അല്ലാഹു ഇത് പറഞ്ഞിരുന്നത്. യഥാർത്ഥ പ്രാർത്ഥന അള്ളാഹുവിനുള്ളതാണ്. അവരോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഉത്തരം കൊടുക്കാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നവന്റെ ഉപമ വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ്. കച്ചേരിപ്പറമ്പിലെ മനുഷ്യരെ, നമ്മളൊരു കിണറിലേക്ക് ഇങ്ങനെ കൈനീട്ടിയിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മുടെ വായിലെത്തുവോ? ഒരു കുളത്തിൽ വെള്ളമുണ്ട് 5 മീറ്റർ താഴെ, നമ്മളിലേക്ക് ഇങ്ങനെ കൈനീട്ടി വെള്ളം എന്ന് പറഞ്ഞാൽ ബക്കറ്റും കയറും മോട്ടോർ സംവിധാനമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കൈനീട്ടിയിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളെത്തുവോ? ഇത് ഖുർആൻ ചോദിക്കേട്ടോ. കച്ചേരിപ്പറമ്പിലെ മനുഷ്യരെ എന്ന് ഖുർആനിലില്ല, കിണറ് കുളന്നൊന്നുമില്ല. ഞാൻ അത് പറഞ്ഞതാണ്, ഉദാഹരണം പറഞ്ഞതാണ്. പിന്നെ അത് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്ത്? വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ്. എന്തിനാ അവർ നീട്ടിയ? ഖുർആൻ പറയാ, വായിൽ വെള്ളത്താൻ വേണ്ടി നീട്ടിയതാണ്. എന്നിട്ട് ഖുർആൻ പറയാണ്, വമാ ഹുവ ബിബാലിഗിഹി, അവന്റെ വായിൽ വെള്ളം എത്തുകയില്ല. എന്നിട്ട് ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫി ളലാൽ, സത്യത്തെ നിഷേധിക്കുന്നവരുടെ പ്രാർത്ഥന വഴികേടിലല്ലാതെ മറ്റൊന്നിലുമല്ലാന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, പ്രിയപ്പെട്ട ജേട്ടാനിയന്മാരെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, നാട്ടിലെ ചെറുപ്പക്കാരെ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അവനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ കുറെ കാരണങ്ങൾ ഖുർആനിൽ നിരത്തിയിട്ടുണ്ട്. അത് ഞാനൊരു 2-3 മിനിറ്റ് കൊണ്ട് ഒരു 4-5 കാരണങ്ങൾ പറഞ്ഞു പോകാം. ഒന്ന്, ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാ, അള്ളാഹുവിന്റെ പുറമെ റബ്ബിനോടല്ലാതെ നിങ്ങൾ ആരോട് ദുആ ചെയ്യുന്നുണ്ടോ അവരൊക്കെ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. മനുഷ്യരെ ആരോടാ ഈ പ്രാർത്ഥിക്കുന്നത്? മനുഷ്യരെ, നിങ്ങളെ പോലെയുള്ള മനുഷ്യരോട്. അവർ ചിലപ്പോൾ നല്ലവരായിരിക്കും, ഭയങ്കര മഹത്തുക്കളായിരിക്കും, അതിലൊന്നും നമുക്ക് തർക്കമില്ല. അത് അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് ഹൈറ് കൊടുക്കുമാറാകട്ടെ. അവർ പഠിപ്പിച്ച നന്മ അള്ളാഹു നമുക്കും ജീവിതത്തിൽ നിലനിർത്താൻ സൗഭാഗ്യം നൽകും. ഈ നമ്മുടെ നാട്ടിൽ നല്ലൊരു ഉസ്താദ് ഉണ്ട് വിചാരിച്ചോളൂ, അയാളോട് പോയി കൈ കൊടുത്ത് സലാം പറഞ്ഞ് എന്റെ കുട്ടിക്ക് സുഖം ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞോളി. അതിനൊന്നും ഇസ്ലാം എതിർത്തിട്ടില്ലല്ലോ. നിങ്ങളെ നാട്ടിൽ നല്ലൊരു മനുഷ്യനുണ്ട്, അയാളോട് പറഞ്ഞോളി എന്റെ ഭാര്യക്ക് സുഖമില്ല, പാപ്പാക്ക് സുഖമില്ല, ഒന്ന് ദുആ ചെയ്യ്, അയാൾ ദുആ ചെയ്യട്ടെ. അതിലൊന്നും ആർക്കാ ലോകത്ത് തർക്കമുള്ളത്? പക്ഷേ മരിച്ചുപോയ വ്യക്തിയോടോ അല്ലാത്തവരോടോ റബ്ബിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്റെ അസുഖം മാറ്റിക്കൊണ്ട അല്ലാ എന്ന് പറയുന്നതിന് ഈ ഖബറിൽ കിടക്കുന്ന ആളോട് പറഞ്ഞാലോ? എനിക്കൊരു കുട്ടിയെ കൊണ്ട അല്ലാ എന്നതിന് പകരം ഖബറാളിയോട് എനിക്കൊരു സന്താനത്തെ കൊണ്ടാന്ന് പറഞ്ഞാലോ? മനസ്സിലാക്കാൻ കുറെ കെട്ടിക്കൊടുക്കുന്നുണ്ടോ ഇത്? മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരോട് ദുആ ചെയ്യുന്നോ അവരൊക്കെ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. 1. 2, ലാ യഖ്ലുഖുന ശൈഅ, അവർ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? സത്യവസായി ബാബ പോലും ഇതാ ഞാൻ ഭസ്മം തരാറിട്ട് വിരലിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കലാണ്, അത് മാജിക്കാണ്, അല്ലാതെ അയാൾ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ഉണ്ടോ? അതുകൊണ്ടാ സത്യസായി ബാബയോട് ചോദിച്ചത് അന്ന്, നിങ്ങൾ ഈ ഭസ്മം കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും ഒരു ബത്ത കൊടുക്കി, ഒരു ബത്താക്ക്, കാരണം അത് ഒളിപ്പിച്ചേക്കാൻ പറ്റൂല. ചോദിച്ചിട്ടില്ല അന്ന്? ആളുകള് ചോദിച്ചിട്ടില്ല അന്ന്?
അപ്പൊ അത് വിരലിനുള്ളിലും അവിടെയും ഇവിടെയും കുപ്പായത്തിൽ കുറെ കോട്ടുള്ള മാജിക്കിൽ കുറെ കോട്ടുള്ള കുപ്പായൊക്കെ അവിടെയും ഇവിടെ ഒളിപ്പിച്ചു വെക്ക. അങ്ങനെ ചില ചെപ്പടി വിദ്യകൾ ലോകത്ത് മനുഷ്യര് കാണിക്കാന്നല്ലാതെ എന്ത് സൃഷ്ടിച്ചു അവർ ലോകത്ത്? ഖുർആൻ പറയാ ലാ യഖ്ലുഖൂന ശൈആ, അവരൊന്നും ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല. വഹും യുഖ്ലഖൂൻ, അവര് തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവർ അള്ളാന്റെ അടിമകളാണ്. നമ്മൾ ആരെ തേടി പോകുന്ന ഒക്കെ അള്ളാന്റെ അടിമകളാണ്. 4 അംവാത്തുൻ ഗൈറു അഹ്യാ, അവർ മരിച്ചുപോയവരാണ്, ജീവനില്ലാത്തവരാണ്. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പോലും അറിയാത്തവരാ. ഖബർ കിടക്കുന്ന ആൾക്ക് അള്ള പറയാണ് എന്നാണ് അവരെ ഖബറിന്ന് എഴുന്നേൽപ്പിക്കുക എന്ന് പോലും അവർക്കറിയില്ല. ഞാൻ അവരോട് പ്രാർത്ഥിച്ചാലോ ലാ യസ്മഊ ദുആക്കും, അവർ ദുആ കേൾക്കുകയില്ല. നീ കേട്ടു എന്ന് വാദിച്ചാൽ തന്നെ ഉത്തരം തരികയില്ല. ഇങ്ങനെ എത്ര കാരണങ്ങളാ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ ഗൗരവമായി ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇനി മറ്റൊരു പോയിന്റ് പറയട്ടെ. ഒരു ഖബർ, നമ്മൾ ഖബറാളിനെ തേടി പോകുമ്പോ സിയാറത്ത് ഇസ്ലാമിലുണ്ട് നന്നായിട്ട്. എപ്പോഴാണ് ഒഴിവിട്ടുന്നത് അപ്പോഴൊക്കെ. ഞാനൊക്കെ നാട്ടിലുണ്ടെങ്കിൽ എന്റെ ഉപ്പാന്റെ ഖബറിന്റെ അടുത്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്റെ വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോകുന്ന ആളാ. ഖബറാളിക്ക് സലാം പറയുക അതൊരു സുന്നത്താണ്. എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ പ്രിയങ്കരനായ പിതാവിന്റെ ഖബറിന്റെ മുന്നിൽ ഞാൻ ചെന്ന് നിന്ന് പടച്ചോനെ എന്റെ പ്രിയങ്കരനായ വാപ്പേണി ഖബറിൽ കിടക്കണത് പുറത്തു കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ആരും കാണാനില്ല. ചിലപ്പോ സുബഹി കഴിഞ്ഞ് നേരെ പോവുക, ചിലപ്പോ 11 മണിക്ക്. അങ്ങനെ ആൾ തിരക്കൊന്നുള്ള സമയത്തല്ല, നമ്മൾ ഒറ്റക്ക് പോയി ഖബറിന്റെ അടുത്ത് നിന്ന് ഖബറാളിക്ക് സലാം പറഞ്ഞ് ആ ഖബർ നിൽക്കുന്ന സ്ഥലത്തേക്ക് കയറുമ്പോ തന്നെ ഖബറാളികൾക്ക് സലാം പറഞ്ഞ് നമ്മളെ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് തന്നെ നിൽക്കണമെന്നില്ല. കുറച്ച് ദൂരം എന്നാലും പ്രശ്നമല്ല, അടുത്തെന്നാലും പ്രശ്നമല്ല. നിന്നിട്ട് പടച്ചോനെ എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ല. നമ്മൾ പോയതിന്റെ ലക്ഷ്യം എന്താ അറിയോ? സിയാറത്തിന്റെ ലക്ഷ്യം എന്താ? നമുക്ക് മരണബോധം ഉണ്ടാവാനാണ്. ഇപ്പൊ എന്റെ ഒക്കെ നാട്ടിൽ കുറച്ച് പാറുള്ള സ്ഥല 5ഉം 6ഉം ഖബർ കുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതിലൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കും. അപ്പൊ നമ്മുടെ മനസ്സിൽ പടച്ചോനെ നമ്മളെ ബെഡ്റൂം 12x12 ഉണ്ട്, ഇത് പള്ളിക്കാട് 2 ഏക്കർ ഉണ്ടായിട്ട് നോക്ക് എത്ര ചെറുതാണ് ഈ ഖബർ, ഇതിൽ വന്ന് കിടക്കേണ്ടവനാണല്ലോ. ഈ ബോധം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അതിനാ സിയാറത്ത്. അത് അള്ളാന്റെ റസൂല് പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഖബറിടം സന്ദർശിക്ക്. നിങ്ങൾക്ക് ഖബർ സന്ദർശിക്കുമ്പോ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കി തരും. മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞു നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. ഇതിനാ നമ്മൾ പോണത്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ഉറൂസ് നടക്കുന്ന സ്ഥലത്ത് പോയാല് അവിടെ ആനക്ക് നെറ്റിപ്പട്ടം കെട്ടി, ആ ആനക്ക് മതമിളകി, ചിലപ്പോൾ മതമിളകിയിട്ടില്ല, യന്ത്ര ഊഞ്ഞാല്, മരണക്കിണറ്, ആ പട്ടിക്കുട്ടികളെ സർക്കസ്, ഇതൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോ എന്ത് മരണബോധം നമുക്ക് ഉണ്ടാവുക? നിങ്ങൾ ചിന്തിക്കാനാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് മരണബോധം ഉണ്ടാവുക? കാറിലിരുന്ന് ചർച്ച ചെയ്യും നമ്മളെ കുട്ടികള്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ മരണക്കിണറിൽ 4 കാറും 5 ബൈക്കും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം 2 ബൈക്കേ ഉള്ളൂ. എന്തൊക്കെയായിരിക്കും ചർച്ച? അല്ല, മരണത്തെ കുറിച്ച് ചർച്ച ചെയ്യലുണ്ടോ? തിരിച്ചു വരുമ്പോ ബാപ്പാ എനിക്ക് ആ സിയാറത്തിന് പോയിട്ട്, ആ ഉറൂസിന് പോയിട്ട് പടച്ചോനെ കുറിച്ച് ഓർമ്മ വന്നു, അള്ളാനെ കുറിച്ച് ഓർമ്മ വന്നു, ഞാൻ ആ ഖബറിൽ കിടക്കേണ്ടവനാണല്ലോ എന്ന് ഓർമ്മ വന്നു. ഇങ്ങനെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരലുണ്ടോ? ഖബർ സിയാറത്ത് ഇസ്ലാമിലുണ്ട്. കച്ചേരിപ്പറമ്പിലെ മനുഷ്യരെ, മുസ്ലിങ്ങളെ, നിങ്ങൾ ഖബർ സിയാറത്ത് നടത്തണം. ഖബറാളികൾക്ക് സലാം പറയണം. എന്നിട്ട് നമ്മൾ നമ്മുടെ മരണത്തെ കുറിച്ച് ആലോചിക്കണം. നമ്മൾ നമ്മുടെ പരലോകത്തെ കുറിച്ച് ചിന്തിക്കണം. അതിന് സാധാരണ ഖബറുകളാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ മുജാഹിദുകൾക്ക് കോളേജ് ഉണ്ട്, മറ്റു മുസ്ലിങ്ങൾക്ക് സ്ഥാപനങ്ങളുണ്ട്, പള്ളി ദർസുകളുണ്ട്. ഞാൻ ഒരു കിതാബിൽ നിന്ന് ഒരു ഇബാറത്ത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. എത്ര മനോഹരമായിട്ടാ. അതും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷാഫി മദ്ഹബിലെ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കട്ടോ. ഖബറുകൾ എങ്ങനെയാകണമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഷാഫി മദ്ഹബിൽ നിന്ന് പഠിപ്പിക്കുന്നത്. അസ്സബാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്ന എന്താ അറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. വതജിബുൽ മുബാദറതു ലിഹദമിഹാ വഹദമിൽ കിബാബില്ലതി അലൽ ഖുബൂരി ഇദ് ഹിയ അളറു മിൻ മസ്ജിദിൽ ദിറാർ. കപട വിശ്വാസികൾ അന്നുണ്ടാക്കിയ പള്ളിയേക്കാൾ അപകടം പിടിച്ചതാണ് ഖബറുകൾക്ക് മീതെ എടുപ്പും കുബ്ബകളും ഉണ്ടാക്കൽ. പോരാ, ഷാഫി മദ്ഹബ് പറയാ വതജിബുൽ മുബാദറതു ലിഹദമിഹാ, അത് പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. കണ്ടോ? ഷാഫി മദ്ഹബിലെ ഗ്രന്ഥാണ് പറയുന്നത്. ഇനി ബാക്കിയും കൂടി കേട്ട ക്ലിയർ ആകും. ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നഹു നഹാ അൻ ദാലിക്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിസ്ഥാനപരമായ കൽപ്പനക്കെതിരാണ് മുത്തുനബി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിഅന്നഹു നഹാ, തീർച്ചയായും അല്ലാഹുവിന്റെ പ്രവാചകൻ വിലക്കിയിട്ടുണ്ട് അൻ ദാലിക്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട്. എങ്ങനെ?
ഖബർ നമ്മൾ കെട്ടിപ്പടുക്കാനോ ഖബറിന്റെ മേലെ കുബ്ബയുണ്ടാക്കാനോ ഖബറിന്റെ എടുപ്പുണ്ടാക്കാനോ പാടില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. വഅമറ, കൽപ്പിച്ചു. ആര്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹദ്മി ഖുബുരിൽ മുശ്രിഫ, പൊന്തി നിൽക്കുന്ന ഖബറുകൾ സാധാരണ ഖബറാക്കി മാറ്റണം. ജനാധിപത്യ രാജ്യത്ത് ഒരാൾക്ക് ഖബർ കെട്ടിപ്പോക്കാം, സാധാരണ ഖബറാക്കാം, ഒരാൾക്ക് കുരിശ് നാട്ടാം, ഒരാൾക്ക് എന്തുണ്ടാക്കാം. അത് ഈ രാജ്യത്തിൽ അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരു ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് അവിടുത്തെ ഭരണാധികാരി പറഞ്ഞു കൊടുക്കണം ചെയ്യരുത് എന്ന്. ഇപ്പൊ മക്കത്തും മദീനത്തൊക്കെ പറയുന്ന പോലെ. അത് ഇസ്ലാമിൽ ഇല്ലാത്തോണ്ടാണ്. മഹാരഥന്മാരായ 8000-ഓളം സഹാബികളുടെ ഖബറ മദീനത്തുള്ളത്, 1000-ഓളം മഹാരഥന്മാരായ സഹാബികളുടെ ഖബറ മക്കത്തുള്ളത്. മക്കത്തും മദീനത്തുമായി 9000 സഹാബികളുടെ ഖബറ കിടക്കുന്നത് അല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിനുള്ളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണുള്ളത്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ രണ്ടുപേരുടെയും ഖബറാണ് കിടക്കുന്നത്. അവിടേക്ക് ചെന്ന് നമ്മൾ സലാം പറയാറുണ്ട്. ആ ഖബർ നമ്മൾ ആരും കണ്ടിട്ടില്ല. കച്ചേരി പറമ്പിൽ നല്ല ലോകത്താരും കണ്ടിട്ടില്ല. ഇപ്പോ മനസ്സിലായില്ലേ? നമ്മളെ നാട്ടിൽ നിന്നല്ല, ലോകത്താരും. അവിടെ 30-40 കൊല്ലായിട്ട് മദീനത്ത് ആ ഖബറിന്റെ അടുത്ത് ജോലി ചെയ്യുന്ന, സേവനം ചെയ്യുന്ന പണ്ഡിതന്മാരോട് ഒഴിവിട്ടുമെന്ന് ചോദിച്ചു നോക്കി, നിങ്ങൾ കണ്ടോ? കാണാൻ പറ്റൂല. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയോലോ ഞാൻ കണ്ടു എന്ന്. അത് ശരിയല്ല, നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ ഇവിടെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് കണ്ടു. അവരോട് ചോദിച്ചു, കണ്ടിട്ടില്ല, കാണാൻ പറ്റിയ നിലയിലല്ല. കണ്ടവരാരാ? ഓല എഴുതി. ഞാൻ കിതാബ് ഒന്ന് വായിക്കാം. സഹാബത്ത് പറയാണ്, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബർ, മണ്ണിൽ നിന്ന് 1 ചാണോളം. കണ്ടവർ എഴുതി. ആരാ കണ്ടത്? സ്വഹാബികളാണ് പറയണത്. നമ്മൾ പറയും ഞാൻ കണ്ടു, ഇങ്ങനത്തെ ഇവിടെ പോയതുപോലെയാണ്, ഏർവാടി പോയതുപോലെയാണ്, നാഗൂര് പോയതുപോലെ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ കണ്ട സ്വഹാബികൾ പറയാണ്, മുത്തുനബിയുടെ ഖബർ ഇങ്ങനെ ചരക്കല്ലുകൾ പരന്നു കിടക്കുന്ന വിധത്തിൽ മണ്ണിൽ നിന്ന് 1 ചാണ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഖബറായിരുന്നു. ഇതൊക്കെയാണ് പണ്ഡിതന്മാരും സഹാബികളും പറഞ്ഞിട്ടുള്ളത്. ഇനി ഷാഫി മദ്ഹബിൽ നിന്ന് വേറൊരു വാചകങ്ങൾ കേട്ടോളൂ. വതജിബു ഇസാലതു കുല്ല കിൻദീലിൻ ഔ സിറാജിൻ അലാ ഖബർ, ഖബറിന്റെ മേലെ സ്ഥാപിച്ച വിളക്കുകൾ, ബഹുശാഖ വിളക്കുകൾ, അതൊക്കെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. വലാ യസിഹു, സ്വഹീഹാവുകയില്ല, ശരിയാവുകയില്ല. വഖഫുഹു വനദ്റുഹു, ഖബറിന്റെ മേലെ വിളക്കും തോരണങ്ങളും ബഹുശാഖ വിളക്കുകളും നേർച്ചയാക്കലും വഖഫ് ചെയ്യലും ശരിയല്ല. ആരാ പറയണത്? നമ്മളെ പള്ളി ദർസിൽ ഓതി കൊടുക്കണ കിതാബിലാ പറയണത്. കൂട്ടരെ, ഇതൊക്കെ നമ്മൾ ഒന്ന് വായിച്ച് പഠിച്ച് സത്യാണോ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അത് ഹക്കാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക. എന്നിട്ട് നന്നായി നിസ്കരിക്കുക, സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ദിക്ർ വർദ്ധിപ്പിക്കുക, സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക. എല്ലാവരും ഉറങ്ങുക. വന്നാസ് നിയാമുൻ, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് എണീക്കുക. എന്നിട്ട് 3 റക്അത്ത് 5 റക്അത്ത് 7 റക്അത്ത് എത്രയാണോ നിങ്ങൾക്ക് പറ്റുന്നത് അത്ര റക്അത്ത് എണീറ്റ് നിസ്കരിക്കുക. സുജൂദിൽ കുറെ സമയം കിടക്കുക. വാപ്പാന്റെ ഉമ്മാന്റെ പ്രശ്നങ്ങൾ അള്ളാഹിനോട് പറയുക, നമ്മുടെ കടക്കണി പറയുക, നമ്മുടെ പ്രയാസങ്ങൾ പറയുക. കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചിറങ്ങി ആ സുജൂദ് കഴിഞ്ഞ് ഇരിക്കുമ്പോ താടിരോമങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ ഭയപ്പെട്ടിട്ട് കരയുമ്പോ മുത്തുനബി തരുന്ന ഓഫറുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം തരുന്ന ഓഫറുണ്ട്. എന്താണ് ഓഫർ എന്നറിയോ? ലാ യൽജുൻ നാര റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യഊദ ലബനു ഫിൽ റഈ, കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു പ്രവേശിക്കുന്നത് വരെ. മനുഷ്യരെ, ഒരു ഒട്ടകത്തിന്റെ പാല്, പശുവിന്റെ പാല്, ആടിന്റെ പാല്, മാടുകളുടെ പാല് കറന്നെടുത്താൽ ബക്കറ്റിൽ നിന്ന്, പാത്രത്തിൽ നിന്ന്, കൂജയിൽ നിന്ന് തിരിച്ചകടിലേക്ക് കയറി പോകുമോ? ഇല്ല. ലാ യൽജുൻ നാര റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാ ഹത്താ യഊദ ലബനു ഫിൽ റഈ, കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ ആ മനുഷ്യൻ നരകത്തിൽ കിടക്കുകയില്ല. ഇനി ഇതിനൊക്കെ വേണ്ടി പോസ്റ്ററും നോട്ടീസ് ഒട്ടിച്ച് ഓടി നടക്കുമ്പോ ചീത്തവാക്കും കുത്തുവാക്കും കളിയാക്കലൊക്കെ കേൾക്കുമ്പോ സങ്കടം വരുന്നുണ്ടോ? നാ ഹദീസിന്റെ ബാക്കി കൂടി വായിച്ചാൽ മതി, സങ്കടമൊക്കെ പോവും. വലാ യജ്തമി ഗുബാറുൻ ഫീ സബീലില്ലാഹ്, വലാ യജ്തമി ഗുബാറുൻ ഫീ സബീലില്ലാഹ്. നിങ്ങൾക്ക് അള്ളാന്റെ മാർഗത്തിലേൽക്കുന്ന എന്ത് പൊടിപടലങ്ങളുണ്ടോ, അള്ളാന്റെ മാർഗത്തിലേൽക്കുന്ന പൊടി എന്ന് പറഞ്ഞാൽ ചളിയാകല് മാത്രമല്ല, കുത്തുവാക്ക്, തട്ടിപ്പറയല്, കളിയാക്കല്, ചിരിച്ചോ സാരല്ല, എന്തു പറഞ്ഞാലും ചിരിച്ചോ സാരല്ല, ക്ഷമിച്ചോ, അത് വദുഖാനു ജഹന്നം, നരകത്തിലെ പുകയുമായി യോജിക്കുകയില്ല, സ്വർഗത്തിക്കുള്ളതാണ്. ആരാ പറയണത്? കളവ് പറയാത്ത തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് സഹോദരങ്ങളെ, മാക്സിമം ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിലേക്ക് അടുക്കുക. എന്താ ദീന് പറഞ്ഞതെന്ന് പഠിക്കുക. ഇപ്പൊ സാധാരണ സലഫികളെ കുറിച്ചൊക്കെ ആളുകൾ തെറ്റിയിരിക്കണം. എന്താ അറിയോ? മരിച്ചോടത്തൊരു ഖുർആൻ ഓതൂല, ഒരു മയ്യത്തുണ്ടാവുമ്പോ ദിക്റല്ലൂല, അങ്ങനെയൊക്കെയാണ് ആളുകൾ വിചാരിക്കുന്നത്. മനസ്സുകൊണ്ട് ചൊല്ലാനാ പറയണത്. ദിക്ർ ഉറക്കെ ചെല്ലരുത് എന്നാണ് കിതാബിലുള്ളത്, അല്ലാതെ ആരോടുള്ള വാശിയുണ്ടെന്നല്ല. അത് ഞാൻ മുജാഹിദിന്റെ ഒരു പുസ്തകത്തിൽ നിന്ന് വായിക്കല്ല, ഷാഫി മദ്ഹബ് ഞാൻ വായിച്ചു തരാം. നിങ്ങൾ കേട്ടോളി, ശ്രദ്ധിച്ചു കേട്ടോളി. അല്ലാതെ ആർക്കും ഇതിന്റെ പിന്നിൽ ഒരു വാശിയൊന്നുമില്ല. ഇത് സത്യമാണെന്ന് മനസ്സിലാക്കി നമ്മളത് സ്വീകരിക്കുന്നു. ഈ ആയത്ത് എല്ലാവരുടെ വീട്ടിലും ഖുർആനില്ലേ? എല്ലാവർക്കും ഒരൊറ്റ ഖുർആനല്ലേ ഉള്ളൂ. ഷിയാക്കൾക്ക് മാത്രമേ വേറെ ഖുർആനുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒറ്റ ഖുർആനാണ്, തർക്കമില്ലല്ലോ. ആ ഖുർആനില് എന്ന ആയത്തിന്റെ തഫ്സീർ ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രഗൽഭമായ അല്ലെങ്കിൽ പ്രസിദ്ധമായ തഫ്സീർ എടുക്ക്, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ എടുക്ക്. വഅല്ലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സഅ. ഈ ആയത്തിന്റെ ശറഹ് ഞാൻ തഫ്സീർ ഒന്ന് വായിക്കാം, കേട്ടോളൂ ട്ടോ. വമിൻ ഹാദിഹിൽ ആയ അൽ കരീമ, ഈ മഹത്തരമായ ആയത്തിൽ നിന്ന് ഇസ്തംബത ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവലംബമാക്കുന്നു. വമനിത്തബഅഹു, അദ്ദേഹത്തെ പിന്തുടർന്നവരും അവലംബമാക്കുന്നു. എന്താണ് അവലംബമാക്കുന്നത്? ഈ ആയത്തിന്റെ അർത്ഥം എന്താ? ഒരാൾ അധ്വാനിച്ചതേ കിട്ടുള്ളൂ. അപ്പൊ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി നമുക്ക് സ്വതക്ക കൊടുക്കാൻ പറ്റൂലേ? പറ്റും. മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി നമുക്ക് സ്വതക്ക കൊടുക്കാൻ പറ്റൂലേ? പറ്റും. അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ ഈ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ എന്താ ഇബ്നു കസീർ പറഞ്ഞത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഖൗലായി പറഞ്ഞത് എന്താ? കേട്ടോളൂ. അന്നൽ ഖിറാഅത ലാ യസ്ലി ഹദാഉ സബാബിഹാ ഇലൽ മൗതാ. ആ ഓത്തുകൊണ്ട് മരിച്ചവന് പ്രതിഫലം കിട്ടുകയില്ല. ഇത് ഞാൻ പറയല്ലോ, തഫ്സീർ പറയാണ്. എന്താ കാരണം? ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം. അതാ മരിച്ചു കിടക്കുന്ന ആളുടെ അമലിലോ കസ്ബിലോ അധ്വാനത്തിലോ പെട്ടതല്ല. വലിഹാദ, അത് മാത്രല്ല, ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ഇങ്ങനെ ഒരു സുന്നത്ത് പഠിപ്പിച്ചിട്ടില്ല ഉമ്മത്തഹു, മുത്തുനബിയുടെ ഉമ്മത്തിന്. വലാ ഹസ്സഹും അലൈഹി വലാ അർഷദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാഇൻ. ഖണ്ഡിതമായ തെളിവോ സൂചനാപരമായ തെളിവോ അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടില്ല. വലം യുൻകൽ ദാലിക അൻ അഹദിൻ മിനസ് സഹാബ, ഒരൊറ്റ സഹാബത്തിൽ നിന്നും ഉദ്ധരിച്ചു വന്നിട്ടില്ല. വലൗ കാന ഖൈറാ, അങ്ങനെ ഓതുന്നതിൽ വല്ല ഖൈറും ഉണ്ടായിരുന്നെങ്കിൽ ലസബഖൂനാ ഇലൈഹി, നമ്മളെക്കാൾ അവര് ഈ വിഷയത്തിൽ മുൻകടക്കുമായിരുന്നു. ഇതാരാ പറയണത്? ഷാഫി മദ്ഹബിലെ പ്രസിദ്ധമായ തഫ്സീറാവുന്ന ഇബ്നു കസീറിൽ ഷാഫി ഇമാമിന്റെ ഖൗലായി ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ എടുത്ത് ഉദ്ധരിക്കുകയാണ്. നിങ്ങളും ചിന്തിച്ചു നോക്ക്. അപ്പൊ എന്താണ്? ഖുർആൻ നമുക്ക് എപ്പോഴും ഓതാ, ഖുർആൻ ഓതിയിട്ട് ധാരാളം അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. പക്ഷെ ഒരാൾ മരിച്ചാൽ അതിന് ചുറ്റിയിരുന്ന ഒരു പ്രത്യേക ആചാരപ്രകാരം ഖുർആൻ ഓതല് സലഫികൾ ചെയ്യാറില്ല. കാരണം എന്താണ്? ഒരൊറ്റ സഹാബി മരിച്ചപ്പോഴും അങ്ങനെ നബിയോ സഹാബത്തോ ചെയ്തത് കിതാബിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല, ആരോടും വാശിയുണ്ടെന്നല്ല. ആരോടും നമുക്ക് വാശിയില്ല. എന്തിനു വാശി? ആരോടും നമുക്ക് വൈരാഗ്യമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അങ്ങനെ ഒരു രീതി നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇനിയിപ്പോ ഒരാള് മയ്യത്ത് കൊണ്ടുപോവാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ സാധാരണ മിണ്ടാതെയാണ് പോകുന്നത് എന്നാണ് പരാതി. എന്നാ നിങ്ങൾ കേട്ടോളൂ കേട്ടോ. പിന്നെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കേട്ടോളൂ. അത് നമ്മുടെ ഒക്കെ പള്ളിയിലുള്ള കിതാബില് അൽ അദ്കാർ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറയാണ്, വഇലം അന്ന സ്വവാബൽ മുഖ്താർ മാ കാന അലൈഹി അസ്സലഫ് റളിയല്ലാഹു അൻഹും അസ്സുകൂത്ത് ഫി ഹാലി സൈരി മഅൽ ജനാസ. മയ്യത്തിന്റെ കൂടെ പോകുമ്പോ മുൻഗാമികളൊക്കെ ചെയ്തത് നേരായ മാർഗം, ശരിയായ മാർഗം. ഇമാം നബവി പറയാണ്, അസ്സുകൂത്ത് ഫി ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ നിങ്ങൾ മിണ്ടാതെ പോകണം. ഫലാ യർഫഉ സൗതൻ ബിഖിറാഅത്തിൻ, ഖുർആൻ ഓതിക്കൊണ്ട് നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. വലാ ദിക്രിൻ, ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. വലാ ഗൈരി ദാലിക്, ദിക്റുമല്ല ഖുർആനുമല്ല മറ്റെന്തെങ്കിലും സംസാരം കൊണ്ടും നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. ആരാ പറയണത്? രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി. അതുകൊണ്ട് സലഫികളെ പഠിപ്പിക്കണം എന്താണ്? നിങ്ങൾ മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ വർത്താനം പറയരുത്. ആരെങ്കിലും വർത്താനം പറയുന്നുണ്ടോ? മോശാണത്. അപ്പോഴായിരിക്കും മരിച്ചവരറിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഓനോട് മയ്യത്തിന്റെ ഇടയിൽ കൊണ്ടോണിന്റെ ഇടയിൽ എപ്പോഴാ എത്തിയത്, എന്നാ പോവുക, എന്തൊക്കെ വിശേഷങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട, മിണ്ടാതിരിക്കാൻ പറയാ. ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. മിണ്ടാതെ പോകണം. മൗനമായി മനസ്സുകൊണ്ട് ഈ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മനസ്സുകൊണ്ട് ദിക്ർ ചൊല്ലി അള്ളാഹുവിനെ ഓർത്ത് മിണ്ടാതെ വേഗത്തിൽ പോവാനാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് ആരോടുള്ള വാശി കൊണ്ടല്ല.
അത് വിഷയങ്ങളെ നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ സെലഫികൾ, ഒരു സെലഫി പള്ളി ഉണ്ടെങ്കിൽ സ്ത്രീകളോട് പറയും, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ കൂടെ, വാപ്പാന്റെ കൂടെ, ആങ്ങളന്റെ കൂടെ, മകന്റെ കൂടെ ആ ജുമഅക്ക് പോയിക്കോളി പറയാറുണ്ട്. തർക്കല്ല. ഒരു സ്ത്രീയോടും നിർബന്ധമായി പള്ളി പോകണമെന്ന് പറയലില്ല. എന്താ കാരണം? മക്കത്തും മദീനത്തൊക്കെ പോകുന്നുണ്ട്. മക്കത്തും മദീനത്ത് പോകുന്നില്ലെങ്കിലും പോകുന്നുണ്ടെങ്കിലും അത് നമ്മുടെ പ്രമാണമായിട്ട് എടുക്കാനല്ല പറഞ്ഞത്. പിന്നെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പോയിട്ടുണ്ട്. ഞാൻ ഷാഫി മദ്ഹബ് തന്നെ വായിക്കാ കേട്ടോളൂ. നിങ്ങൾ ഇമാം നബവി പറയാം കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഫഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു അൽ ഇജ്മാ. അവിടെ പ്രയോഗിച്ച വാക്കെന്താ? ഇജ്മാ ആണ്. എന്താണ്? അല അന്നഹ ലൗ ഹദറത് വസല്ലത്തിൽ ജുമഅ ജാസ. ഒരു സ്ത്രീ ജുമഅക്ക് വന്നു, ജുമഅയിൽ പങ്കെടുത്തു, ജുമഅ നമസ്കാരം നിർവഹിച്ചു. ഇമാം നബവി പറയാ ഇജ്മാ ഉണ്ട് ഈ വിഷയത്തിൽ, അവളുടെ ജുമഅ അനുവദനീയമാണ്. ആരാ പറയണത്? ഇമാം നബവിയാണ് ഉദ്ധരിക്കുന്നത്. ഇമാം നബവി രണ്ടാം ഷാഫി. പോരാ, തെളിവും കൂടി പറയാണ്. വഖദ് സബതത്തിൽ അഹാദീസു സ്വഹീഹ അൽ മുസ്തഫീള. കുറ്റമറ്റ, ഒരു കുറ്റവും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള കുറ്റമറ്റ സ്വഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്തിന്? അന്ന നിസാഅ കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസ്ജിദിഹി. മുത്തുനബിയുടെ പള്ളിയിൽ സ്ത്രീകൾ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഖൽഫർ റിജാലി, പുരുഷന്മാരുടെ പിറകിൽ നിന്ന്, വീട്ടിലല്ല. ഫീ മസ്ജിദിഹി, മുത്തുനബിയുടെ പള്ളിയിൽ മുത്തുനബിയുടെ പിറകിൽ പുരുഷന്മാർ, പുരുഷന്മാരുടെ പിറകിൽ സ്ത്രീകൾ നിസ്കരിക്കാറുണ്ടായിരുന്നു. ആരാ ഉദ്ധരിക്കുന്നത്? ഇമാം നബവി. കണ്ടോ? പിന്നെ എവിടെയാണ് പ്രിയപ്പെട്ടവരെ പ്രമാണമാണ് നമ്മൾ നോക്കേണ്ടത്? തെളിവുകളാണ്. അത് വിചാരിച്ചിട്ട് ഒരു സ്ത്രീയെ നിർബന്ധപൂർവ്വം പള്ളിക്ക് പറഞ്ഞേക്കണോ? ഇല്ല. ഇസ്ലാം പറഞ്ഞ എന്താ അറിയോ? നിങ്ങളെ ഭാര്യങ്ങളോട് പറയാ, ഞാനും വരുന്നുണ്ട് നിങ്ങളെ കൂടെ പള്ളിക്ക്. ലാ തംനഉ ഇമാ അല്ലാഹ്. അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയാൻ പാടില്ല. കൊണ്ടുപോകണം. ഇപ്പൊ നമ്മളെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങിയ പ്രശ്നമുള്ള കാലാണോ? കൊണ്ടോണ്ട. റോട്ടിക്ക് ഇറങ്ങിയ പ്രശ്നമുള്ള കാലാണോ? കൊണ്ടുപോകണ്ട. ഫിത്നുള്ള കാലാണോ? കൊണ്ടുപോകരുത്. അപ്പൊ നമ്മളെ ഓട്ടോറിക്ഷ പോണില്ലേ, അവര് ട്രെയിനിൽ പോണില്ലേ, ഫ്ലൈറ്റിൽ പോണില്ലേ, മാർക്കറ്റിൽ പോണില്ലേ, ഡ്രസ്സ് വാങ്ങാൻ പോണില്ലേ, പഠിക്കാൻ പോണില്ലേ, എല്ലാത്തിനും പോണുണ്ട്. അപ്പൊ അവിടെ ഒന്നും ഫിത്തന ഇല്ലെങ്കിലോ പള്ളിയിൽ മാത്രം എങ്ങനെ ഒരു ഫിത്തന? ഫിത്തനുള്ള കാലാണ്, പള്ളിക്ക് പറഞ്ഞേക്കരുത്, എവിടേക്കും പറഞ്ഞേക്കാൻ പാടില്ല. അപ്പൊ അവർക്ക് വീടിന്റെ ഉള്ളാ നല്ലത്. അടങ്ങി ഒതുങ്ങിയിരിക്കണം, ഒരു തർക്കമില്ല. മറിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാ ഒരു ജാഥ പോവുകയാണ്. ഇനിയിപ്പോ പഞ്ചായത്തിന്റെ ഇലക്ഷൻ കഴിഞ്ഞ് സ്ഥാനാർത്ഥി ജയിച്ചാല് മാക്സി ഇട്ട് വന്ന് ഇങ്ങനെ നോക്കിക്കോ റോട്ടില്, ജാഥ കാണാന്, പ്രകടനം കാണാന്. എന്നിട്ട് ആരെങ്കിലും എതിർക്കണുണ്ടോ? ഉണ്ടോ? വീട്ടിൽ നിന്ന് എല്ലാ സ്ത്രീകളും മതിലിന്റെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ കാണുകയാണ്. അപ്പൊ എല്ലാറ്റിനും പോവാണ്. പക്ഷേ പള്ളിയിൽ മാത്രം, പള്ളിയിൽ പോകുന്നത് ഫിത്നുള്ള കാലാണോ? പോവരുത് എന്നാ പറഞ്ഞത്. പക്ഷെ പോവാൻ അവർക്ക് അനുവാദമുണ്ട്. നല്ല രൂപത്തിൽ. ആരെ കൂടെ പോവുക? അവര് ബാപ്പാന്റെ കൂടെ, ഉമ്മാന്റെ കൂടെ, ജ്യേഷ്ഠന്റെ കൂടെ, ആങ്ങളുടെ കൂടെ, മകന്റെ കൂടെ, അവരെ കൂടെ പോവുക. ഇനി നിങ്ങൾ ഒരു ഹദീസ് കൂടി കേട്ടങ്ങൾ ആ സംശയം തീരും. നോക്കിക്കോളൂ. 150-ലധികം ഹദീസ് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്നതിന് സ്വഹീഹായ ഹദീസ് ഉണ്ട്. 1 അല്ല 10 അല്ല 20 അല്ല, 150-ലധികം ഹദീസ്. അതിൽ ഒന്ന് മാത്രം കേട്ട സംശയം തീരും. കേട്ടോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്. ആയിഷ ബീവി പറയാ, കുന്ന നിസാഉൽ മുഅ്മിനാത്ത്. എന്റെ അർത്ഥം എന്താ? മുഅ്മിനാത്തുകളായ സ്ത്രീകൾ ആയിരുന്നു. യശ്ഹദിന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി. മുഅ്മിനാത്തുകളായ സ്ത്രീകൾ നബിയുടെ കൂടെ സുബഹി നമസ്കാരത്തിന് ഹാജരാകുമായിരുന്നു. സുബഹിക്ക് ഹാജരാകുമായിരുന്നു. നിർത്തിയോ? ഇല്ല. എങ്ങനെ അവര് വരിക? മുത്തലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن الى بيوتهن حين يقضين الصلاه لا يعرفهن احد من الغلس. മൂടി പുതച്ചിട്ടാണ് അവർ സുബഹിക്ക് വരിക. മൂടി പുതച്ചവരായിട്ടാണ് അവർ വരിക. നിസ്കാരം കഴിഞ്ഞ ഉടനെ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസ്. ഇരുട്ടുകൊണ്ടവരെ ആർക്കും തിരിച്ചറിയുമായിരുന്നില്ല. ഇതാരാ ഉദ്ധരിക്കുന്നത്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. എവിടെ ഉദ്ധരിച്ചത്? ബുഖാരിയിൽ. എവിടെ ഉദ്ധരിച്ചത്? മുസ്ലിമില്. മുസ്ലിങ്ങൾക്ക് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളാണ് ബുഖാരി, മുസ്ലിം. അവിടെ ഉദ്ധരിക്കുന്നത് സുബൈക്ക് നബിയുടെ കൂടെ നിസ്കരിക്കാൻ വരും. നിസ്കരിക്കാൻ വരുമ്പോൾ മൂടി പുതച്ചിട്ടാണ് വരിക. നിസ്കാരം കഴിഞ്ഞ ഉടനെ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി പോകും. അതിന് പണ്ഡിതന്മാര് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കൽ എന്താ അറിയോ? അത് വീടിന്റെ ഉള്ളിലത്തെ റൂമിനെ കുറിച്ചാണ്. അപ്പൊ പിന്നെ നിസ്കാരം കഴിഞ്ഞ പോലെ വീട്ടിലേക്ക് മടങ്ങി പോകുന്ന പറഞ്ഞതോ? അപ്പൊ അതിനെന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുക? ഇരുട്ടോണ്ട് മനസ്സിലാവൂലായിരുന്നതോ? ഭർത്താവിനോ ബാപ്പാക്കോ? ആർക്കാ മനസ്സിലാകാത്തത്? ഇത് ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാണ്.
ഇത്ര ക്ലിയർ ആയി കിടക്കുന്ന ഒരു സംഭവം. ഇതൊന്നും വലിയ തർക്കമുള്ള വിഷയമില്ല. പക്ഷെ നമ്മൾ സെലഫികൾ എന്ന് പറയുന്നവർ എന്താണോ ഇസ്ലാമിന്റെ പ്രമാണത്തിലുള്ളത് അത് പാലിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിന് നിർബന്ധമില്ല. നിർബന്ധമുള്ളത് മാത്രം നിർബന്ധം, നിർബന്ധമില്ലാത്തതോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പൊ നിസ്കാരം കഴിഞ്ഞു, നമ്മളെല്ലാവരും ജമാഅത്തിന് പോയില്ലേ, സലാം വീട്ടി. സെലഫികൾ മാറിയിരുന്ന് അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ് 3 വട്ടം, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എല്ലാം 33 വട്ടം ഒറ്റക്കൊറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ പരിപാടികളോട് വേഗം തിരിച്ചു പോന്നിട്ടുണ്ടാവും, പെട്ടെന്ന് യാത്ര പോകേണ്ടവരുണ്ടാവും, അവർ വണ്ടിയിൽ ഇരുന്ന് ചൊല്ലും. ഒറ്റയ്ക്ക് ഇരുന്ന് സമയമുള്ളവർ അവിടെ ഇരുന്ന് ദീർഘമായി പ്രാർത്ഥിക്കും. ഒരു തർക്കമില്ല. പക്ഷെ ഒരു കൂട്ടമായിട്ടൊരു എന്ത് നടത്താറില്ല, ഒരു പ്രാർത്ഥന നടത്താറില്ല. എന്താ നടത്താത്തത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ തവണ സഹാബികൾക്ക് ഇമാമായില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എത്രയോ ജമാഅത്തിന് നേതൃത്വം കൊടുത്തില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു എത്രയോ ജമാഅത്തിന് നേതൃത്വം കൊടുത്തില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹും ഇവരൊക്കെ നേതൃത്വം കൊടുത്തില്ലേ? ഇമാമായി നിസ്കരിച്ചില്ലേ? ഏതെങ്കിലും ഒരു കിതാബില് ഇവരാരെങ്കിലും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ തിരിഞ്ഞിരുന്ന് അവര് ദുആ ചെയ്യുക, ബാക്കിയുള്ള ഒരു ആമീൻ പറയണത് ഏത് കിതാബിലാണുള്ളത്? ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യണില്ല. മാത്രമല്ല ആയിഷ ബീവി പറഞ്ഞ എന്താ അറിയോ? റളിയല്ലാഹു അൻഹ, അന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ, മുത്തുനബി സലാം വീട്ടിയാൽ ലം യഖഉദ്, ഇരിക്കാറില്ല, ഇല്ലാ മിഖ്ദാറ മാ യഖൂലു, ഇത് പറയുന്നത് വരെ അല്ലാതെ മുത്തുനബി നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കാറില്ല. ഏത് പറയുന്നവരെ? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇനി ഷാഫി മദ്ഹബിലെ ഗ്രന്ഥത്തിൽ തന്നെ പറയണേ, ചിലപ്പോ നബി കുറച്ചുകൂടി സമയം ഇരിക്കാറുണ്ട്, സ്ത്രീകൾ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്താ മനസ്സിലായത്? അപ്പൊ ഇതൊക്കെ കിതാബിൽ ഉള്ളതാണ്. അല്ലാതെ ഞാനിവിടെ വന്ന് എന്റെ ഇഷ്ടപ്രകാരം ഒരു വാചകം പറയല്ല. ഇത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിച്ചാൽ മതി. നിർബന്ധിക്കുണ്ടോ ആരെങ്കിലും മുമ്പിൽ നമ്മൾ നിർബന്ധം ചൊലുത്തുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു നിർബന്ധവും നമ്മുടെ മുമ്പിൽ ഇല്ല. അതുകൊണ്ട് ഈ വിഷയങ്ങളെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സൽബുദ്ധിയാണ് ഞാനും നിങ്ങളും കാണിക്കേണ്ടത്. സൽബുദ്ധി പഠിക്കുക. തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ ഒഴിവാക്കാം. കാരണം മതത്തിൽ ലാ ഇക്റാഹ ഫിദ്ദീൻ, യാതൊരു നിർബന്ധമില്ല, യാതൊരു ബലാത്കാരവും ഇല്ല. മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അല്ലാഹ് പറഞ്ഞ എന്താ? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. നബിയെ, താങ്കൾ പറഞ്ഞാൽ മതി. താങ്കൾ ഒരു ഉത്ബോധനം നടത്തുന്ന ഒരാൾ മാത്രമാണ്. താങ്കൾ അധികാരം ചെലുത്തേണ്ടവനല്ല. താങ്കൾ നിർബന്ധിക്കേണ്ടവനല്ല. കേട്ടിട്ട് പോകുന്നവർ പോയിക്കോട്ടെ. തിരിച്ചു വരാനുള്ളത് നമ്മുടെ അടുക്കലേക്കാണ്. വിചാരണ ചെയ്യാനുള്ളത് നാമാണ്. ഇതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗം നരകം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ നാട് വിട്ടു പോകും. വാശിയും എല്ലാം വിട്ടിട്ട് അല്ലെ ഈ ലോകം വിട്ട് നമ്മൾ പോകും. 6 അടി മണ്ണ് നമ്മളെ കാത്തിരിക്കുകയാണ്. ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞതാണ്, 6 അടി മണ്ണ് നമ്മെ കാത്തിരിക്കുന്നു. ആ 6 അടി മണ്ണിൽ ചിലപ്പോ ഖബറിലെത്തും, ചിലപ്പോ ഖബറിലെത്തൂല. എന്നാലും ബർസഖ് ഉണ്ട്. ചിലപ്പോ ഫ്ലൈറ്റ് അപകടം, കത്തിക്കരിഞ്ഞു പോയി, ബോഡിയെ കിട്ടിയിട്ടില്ല, ഓനും ബർസഖ് ഉണ്ട്. ഓ ചിലപ്പോ ഷിപ്പാണ്, കപ്പലാണ്, അവന്റെ ബോഡി കടലിലാണ്, കിട്ടിയിട്ടില്ല, അവനും ബർസഖ് ഉണ്ട്. ഇലാ യൗമി യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ഒരു ബർസഖ് ഉണ്ട്. ആ ബർസഖിൽ നമ്മൾ കടക്കണം. ഖബറിലേക്ക് നമ്മളെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോ പ്രിയപ്പെട്ടവര് തുആദു റൂഹുഹു, അവന്റെ റൂഹ ഖബറിലേക്ക് മടക്കി കൊടുക്കും. എന്നിട്ട് എഴുന്നേൽപ്പിച്ചിരുത്തും. ചോദ്യമുണ്ട്, മർ റബ്ബുക്, ആരാ നിന്റെ റബ്ബ്? മാ ദീനുക്, എന്താ നിന്റെ ദീന്? ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയണം. ഇല്ലെങ്കിൽ 2 ചെവികൾക്കിടയിൽ പെരടിയുടെ ബാക്ക് ഭാഗത്ത് ഒരൊറ്റ അടിയ മണ്ണിലേക്ക് ചേരും, വലിച്ചെണീപ്പിക്കും. വീണ്ടും ചോദ്യം, അടിക്കും. ഖബറിൽ നിന്ന് അട്ടഹാസം ഉയരും. ഹാ 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 ലാദിരി. ഹദീസിൽ വന്നതാ 3 തവണ അങ്ങനെ. ഹാ 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 ലാദിരി, എനിക്കറിയില്ല. ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. നാളെ പടച്ചോന്റെ കോടതിയിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോ, കിതാബ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ, പ്രിയപ്പെട്ടവരെ, അത്ഭുതത്തോടുകൂടി ആശ്ചര്യഭരിതരായി നമ്മൾ പറയും, ഇതെന്തൊരു ഗ്രന്ഥമാണ്. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ, ചെറുതും പോയിട്ടില്ല, വലുതും പോയിട്ടില്ല. അതുകൊണ്ട് ഈ കച്ചേരി പറമ്പിലെ പിന്നെ ഉമ്മത്തിനോട്, മുസ്ലിങ്ങളോട് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്, ചിന്തിക്കുക, ആലോചിക്കുക, പഠിക്കുക, അന്വേഷിക്കുക. കാരണം ഒരു ഇൽമ് ഒരു മനുഷ്യന് ഉണ്ടാവേണ്ട ഒന്നാണ്. അല്ല, ഇൽമ് ആദ്യം ഉണ്ടാവേണ്ടത് നമ്മൾ അന്വേഷിക്കുക. നമ്മളിങ്ങനെ കേട്ടത് മാത്രം, അതിന്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുക. പഠിക്കാലോ നമുക്കൊക്കെ. ഈ ഇരിക്കുന്ന സദസ്സിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് മനുഷ്യർ സലഫി പ്രവർത്തകന്മാരായി മാറിയത് അന്വേഷിച്ചും പഠിച്ചിട്ടുമാണ്. മുസ്ലിം അല്ലാത്ത ഒരു വാപ്പ നമുക്കുണ്ട്, അച്ഛൻ്റെ. ക്രിസ്ത്യാനിയായി ജനിച്ചിട്ട് മുസ്ലിമായ ആളുകളുണ്ടല്ലോ, അച്ഛൻ മാറിയിട്ടില്ല. അവനോട്, ആ അച്ഛനോട് പോലും മര്യാദയോടുകൂടി പെരുമാറാൻ പറയുന്ന മതാണ് ദീന്. അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാൻ പറഞ്ഞ ദീനാണ് അള്ളാഹുവിന്റെ ദീന്. അതുകൊണ്ട് കൂട്ടരെ, ദീന് പഠിക്കുക,
ശരിക്ക് പഠിക്കുക. അൽ ഇൽമ്. രണ്ടാമത് വേണ്ടത് അൽ അമലു ബിൽ ഇൽമി, കിട്ടിയതനുസരിച്ച് പ്രവർത്തിക്കുക. ഹക്കാന്ന് ബോധ്യായാൽ ആരും ഭയപ്പെടണ്ട, ശരിക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുക. 3, കുടുംബത്തിലെ ബന്ധുക്കൾ, അയൽവാസികൾ, അദ്ദഅവതു ഇലൽ ഇൽമി വൽ അമൽ, ആ ഇൽമിലേക്കും അമലിലേക്കും ആളുകളെ ക്ഷണിക്കുക. 4മത്തത് ആളുകളോട് പറയുമ്പോ സ്വാഭാവികമായിട്ട് ചിലപ്പോ ചീത്തവാക്ക്, നീയൊക്കെ എന്നാ നന്നായത്, കള്ളുടി നിർത്തിയ ഒരാള് കള്ളുടിക്കരുത് പറഞ്ഞ അവനോട് ചോദിക്കും, ഈയൊക്കെ എന്നാ കുടി നിർത്തി അമ്മക്കറിയാൻ, ഒക്കെ കേൾക്കേണ്ടി വരും. അതൊക്കെ കേട്ട് സഹിച്ച് അസ്സബ്റു അലൽ അദാ, എല്ലാ കുത്തുവാക്കിന്റെയും ഉപദ്രവത്തിന്റെയും മുന്നിൽ ക്ഷമയോടുകൂടി ക്ഷമ അവലംബിച്ച് മുന്നോട്ട് പോവുക. ഇതൊരു മുസ്ലിമിന്റെ സ്റ്റെപ്പാണ്. അതോട് സഹോദരങ്ങളെ, നമ്മുടെ ലോകം എന്നത് ഇതല്ല, ഇതൊരു ചെറിയ ലോകമാണ്. ഇത് ചെറിയ ലോക, വരാനിരിക്കുന്ന ലോകാണ് വലുത്. അതുകൊണ്ട് നമ്മുടെ പരലോകം എന്തെങ്കിലും അന്ധമായി അനുകരിച്ച് തഖ്ലീദ് ചെയ്ത് പരലോകം നഷ്ടപ്പെടുത്താൻ പാടില്ല. പറയുന്നതിൽ കാര്യമുണ്ടോ അന്വേഷിക്കുക, പഠിക്കുക. അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഖുർആനിലെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഒരു 10 സൂറത്തിന്റെ അർത്ഥമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു 10 ഹദീസിന്റെ അർത്ഥമെങ്കിലും നമുക്ക് പഠിച്ച് വായിച്ചു നോക്കാൻ പറ്റിയിട്ടുണ്ടോ? മുസ്ലിങ്ങളെ, നിങ്ങളൊന്ന് വായിക്കണം, പഠിക്കണം, അന്വേഷിക്കണം. കാരണം ഈ ലോകം ചെറുതായതുകൊണ്ടാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മരണ വാർത്ത നിങ്ങൾ കേൾക്കും. നാട്ടിൽ ഒരാൾ മരിച്ചു എന്നറിയുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളത് പറയാറില്ലേ? അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു, പടച്ചോനെ അയാൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിൽ കുറെ ആളുകൾ പങ്കെടുത്തു. നല്ല തൗഹീദുള്ള ദീനുള്ള ആളുകൾ നിസ്കരിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. നമ്മുടെ ഖബറിലേക്ക് അതിന്റെ വെളിച്ചം കിട്ടും. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ സമയമായി, അതുകൊണ്ട് ഇനി ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. സർവശക്തനുള്ള ദഅവത്തിനുള്ള ഒരു തുടക്കമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അഭിലഷിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികളിൽ രോഗികളുണ്ട്, നീ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടത്തിന്റെ കെണിയിൽ അകപ്പെട്ടവരുണ്ട്, അല്ലാഹുവേ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഫലസ്തീനിന്റെ മണ്ണിൽ എല്ലാം നിർത്തി എല്ലാ സമാധാന കരാറിലും ഒപ്പിട്ടു എന്ന് പറയുകയും പോയവർ തിരിച്ചു വരുമ്പോൾ വീണ്ടും വെടിയുതിർക്കുകയും ചെയ്യുന്ന കാപ്പട്യത്തിന്റെയും വഞ്ചനയുടെയും ചതിയുടെയും ക്രൂരത നടക്കുന്ന ലോകത്ത് അല്ലാഹുവേ, നീ പവിത്രമാണെന്ന് പറഞ്ഞ നിന്റെ 3 പള്ളികളിൽ ഒരു പള്ളിയുള്ള പ്രദേശത്തെ നീ സംരക്ഷിക്കണേ അല്ലാ. അവിടുത്തെ സഹോദരിമാരെ അല്ലാഹുവേ, നീ അവർക്ക് സുരക്ഷിതത്വം ഏർപ്പാട് ചെയ്തു കൊടുക്കണേ അല്ലാ. അവിടുത്തെ മക്കളുടെ അട്ടഹാസങ്ങൾ പടച്ചവനെ, ഞങ്ങളെക്കാൾ നീ കേൾക്കുന്നവനാണല്ലോ, എല്ലാം അറിയുന്നവനാണല്ലോ. അല്ലാഹു, അവർക്ക് നീ പോംവഴി ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഈ സംസാരിക്കുന്ന കച്ചേരിപ്പറമ്പിൽ ഒരുപാട് വീടുകളിൽ സഹോദരങ്ങൾ, സഹോദരിമാർ രോഗികളായി കിടക്കുന്നവരുണ്ട്, അറിയുന്നവരും അറിയാത്തവരും. അവർക്ക് നീ എത്രയും വേഗത്തിലുള്ള ശിഫ കൊടുക്കണേ അല്ലാ. ഒരു ദിവസം അല്ലാഹുവേ 160 170 ലിറ്റർ രക്തം ഫിൽട്ടർ ചെയ്യുന്ന കിഡ്നി പടച്ചവനെ ഇതെന്ന അനുഗ്രഹമാണ്. പടച്ചവനെ, അതിൽ കേടുപാടുകൾ സംഭവിച്ച് എത്രയോ ആളുകൾ ഹോസ്പിറ്റലുകളിൽ അല്ലാഹുവേ ട്രീറ്റ്മെന്റിലാണ്. അവർക്ക് നീ സൗഖ്യം കൊടുക്കണേ അല്ലാ. ക്യാൻസർ എന്ന മാരകമായ രോഗം പടർന്നു പിടിക്കുമ്പോൾ മാരകമായ രോഗത്തിൽ നിന്ന് നീ രക്ഷ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ പ്രബോധകന്മാരിൽ ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ, മരുന്ന് കുടിക്കുന്നവർ, വിശ്രമിക്കേണ്ടവർ, അല്ലാഹു അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി എത്രയോ യാത്ര നിരന്തരമായി തൊണ്ടവേദനയും അതുപോലെ തന്നെ ശരീരത്തിന്റെ അസ്വസ്ഥതയും ഒക്കെ മാറ്റിവെച്ച് ദീനിന്റെ പ്രബോധനം നടത്തുന്നവർ, അല്ലാഹു അവർക്ക് നീ ഇൽമ് അതുപോലെ തന്നെ ആഫിയത്ത് ത്വാഖത്തൊക്കെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളൊക്കെ സ്റ്റേജിൽ കയറുന്നത് കൊണ്ട് ഞങ്ങൾ അറിയും, എല്ലാവരും ഈ ഇരിക്കുന്ന സദസ്സിലെ ആളുകൾക്കൊക്കെ അറിയാം. പക്ഷെ ഈ പ്രോഗ്രാം ഇവിടെ വിജയിക്കാൻ ഇതിന്റെ നോട്ടീസ് കൊടുത്തവർ, വീട്ടിൽ പോയി ക്ഷണിച്ചവർ, ലഘുലേഖ കൊടുത്തവർ, ഇതിലേക്ക് വിളിച്ചവർ, അല്ലാഹുവേ ഒരുപക്ഷെ അവരാരും അറിയില്ല. റിക്ഷാ ഡ്രൈവറാകാം, സാധാരണ കൂലിപ്പടിക്കാരനാവാം, ബിസിനസ്സുകാരനാവാം, കച്ചവടക്കാരനാകാം. അല്ലാഹുവേ, നിനക്കറിയുമല്ലോ. അവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ പ്രവേശിക്കുന്ന സ്വർഗത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ അല്ലാ. കുടുംബ ജീവിതത്തിൽ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ചും
അതല്ല മറ്റുള്ളവർ ഇടപെട്ടും അള്ളാഹുവെ ഭാര്യ ഭർത്താക്കന്മാർ അകന്നു പോയവരുണ്ടെങ്കിൽ അള്ളാഹുവെ എല്ലാം മറന്ന് ഒന്നിക്കുവാനുള്ള നല്ല മനസ്സവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم خلص قلوبنا من الرياء. اللهم خلص قلوبنا من النفاق. اللهم خلص قلوبنا من الشرك والكفر. آمين آمين برحمتك يا أرحم الراحمين.